ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഞായറാഴ്ചകളിൽ നമ്മൾ പാട്ടിന്റെ പല്ലവി തീർക്കുകയാണ്. പാടാനും പാട്ട് കേൾക്കാനും പാട്ടിന്റെ വഴിയിലുള്ള മഹാരഥന്മാരെയൊക്കെ ഓർക്കാനും അവരെയൊക്കെ സത്യത്തില് അർത്ഥപൂർണമായിട്ട് സ്മരിക്കാനും ഒക്കെ ഉള്ള ഒരു വലിയ സാധ്യത ജോസഫ് ജോൺ സാറിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. സ്വല്പം പാട്ടുവിശേഷങ്ങളും മ്യൂസിക് തെറാപ്പിയുടെ ഭാഗങ്ങളും ഒക്കെ നമുക്ക് ഇതിലൂടെ കേൾക്കാം. സോ ഇന്നത്തെ ദിവസം നമ്മൾ ജോൺസൺ മാഷിനെയാണ് ഓർക്കുന്നത്. അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യും. അതിനു മുമ്പായി ജോസഫ് ജോൺ സാറിലൂടെ മ്യൂസിക് തെറാപ്പിയുടെ കുറെ വിഷയങ്ങൾ കേട്ട് മുന്നോട്ട് പോകാം. എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ജോസഫ് ജോൺ സാറിനെയും. ജോസഫ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സർ. സർവീസിന്റെ സ്തുതി. സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഗുരുസ്ഥാനികർക്കും സുഹൃത്തുക്കൾക്കും പാട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ സ്വാഗതം. നമുക്ക് ആരംഭിക്കാം. ആദ്യം മ്യൂസിക് തെറാപ്പിയെക്കുറിച്ച് അല്ലെങ്കിൽ മ്യൂസിക്കിനെ കുറിച്ച് അല്പം വിചിന്തനം ആവാം പതിവ് പോലെ. സംഗീതം ശ്രവിക്കുന്ന ശീലം എന്ന് പറഞ്ഞാൽ അതൊരു ശീലമാക്കിയിട്ടുള്ളവര് ഈ കൂട്ടത്തിൽ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഏതായാലും ഞാനുണ്ട്, സാബു സാറും ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുക. അങ്ങനെയല്ലേ? അതൊരു ശീലമാക്കേണ്ട കാര്യമാണ്. അതൊരു നല്ല ശീലമായതുകൊണ്ടാണ്. അങ്ങനെ സംഗീതം ശ്രവിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഗുണങ്ങളെന്നെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുക. അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒരുപോലെ ഗുണദായകം. മ്യൂസിക് ലിസണിംഗ് ഹാബിറ്റ്സ് ക്യാൻ ആക്ച്വലി കോൺട്രിബ്യൂട്ട് ടു യുവർ ഓവറോൾ ഹെൽത്ത് ആൻഡ് വെൽനെസ്. നമ്മുടെ ഓവറോൾ ഹെൽത്തും വെൽനെസ്സിനെയും ഒത്തിരി സംഭാവന ചെയ്യുവാൻ കഴിവുള്ളതാണ് ഈ ഒരു ഹാബിറ്റ്, പാട്ട് കേൾക്കുന്ന ശീലം. നമ്മുടെ ബോഡി, മൈൻഡ് ആൻഡ് സോൾ, ഞാൻ പറഞ്ഞു, ആർ ബെനിഫിറ്റഡ്. നമ്മൾ അറിഞ്ഞോ അറിയാതെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്ലേറ്റോയുടെ മ്യൂസിക്കിന്റെ ആ കോട്ടില് പറയുന്നത് പോലെ പ്രപഞ്ചത്തിന്റെ ആത്മാവാണ് സംഗീതം എന്ന് പറയുന്നത്. അതിന് ഒത്തിരി ഗുണങ്ങൾ പ്രപഞ്ചത്തിലെ ജീവികൾക്ക് നൽകാൻ സാധിക്കും. നമ്മുടെ മനുഷ്യർക്ക് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് സംഗീതം. വി നോ ദാറ്റ് മ്യൂസിക് അഫക്റ്റ് അവർ ബ്രെയിൻ ആൻഡ് ഇറ്റ്സ് ആക്ടിവിറ്റീസ്. നമുക്കറിയാവുന്ന കാര്യമാണ്. അത് ബൂസ്റ്റ് മെന്റൽ ഫിറ്റ്നസ്, നമ്മുടെ മാനസിക ഫിറ്റ്നസിനെ അത് ഉയർത്തുന്നു, അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കുന്നു, പരിപോഷിപ്പിക്കുന്നു എന്നൊക്കെ പറയാം. ഫാക്ടേഴ്സ് സച്ച് ആസ് ഇമോഷണൽ റെഗുലേഷൻ, നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതാണ്. ഈ അഫിലിയേഷൻ ഉണ്ട്. എന്തിൻ്റെയൊക്കെ അഫിലിയേഷനാണ്? മെന്റൽ മാനസിക ആരോഗ്യത്തിൻ്റെ ഘടകങ്ങൾ അല്ലേ? അതുപോലെ തന്നെ മ്യൂസിക്കിൻ്റെ ഘടകങ്ങളും തമ്മിലൊരു അഫിലിയേഷൻ വരുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുക. ഇമോഷണൽ റെഗുലേഷൻ ഉണ്ടാകുന്നുണ്ട്, ലേണിംഗ് സംഭവിക്കുന്നുണ്ട്, കോൺസെൻട്രേഷൻ, ക്രിയേറ്റിവിറ്റി, മെമ്മറി, ഇതെല്ലാം ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് സംഗീത ശ്രവണം എന്ന് പറയുന്നത്. സംഗീതം ആലപിക്കാനല്ല പറയുക, ശ്രവണം മാത്രം മതി. അതിന് പോലും ഇത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. മ്യൂസിക് ക്യാൻ ഓൾസോ സപ്പോർട്ട് അവർ ഫിസിക്കൽ ഹെൽത്ത്. നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ മ്യൂസിക്കിന് സഹായിക്കാൻ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നു. ടുഡേ ലെറ്റ് us examine 7 benefits of music on physical health. നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന്റെ ഘടകങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുക. ഇറ്റ് കീപ്സ് ദ ഹാർട്ട് ഹെൽത്തി. നമ്പർ 1, ഇറ്റ് കീപ്സ് ദി ഹാർട്ട് ഹെൽത്തി. നമ്മുടെ ഹൃദയത്തെ ആരോഗ്യത്തോടെ സംരക്ഷിക്കുവാൻ സംഗീതത്തിന് കഴിയും. പഠനങ്ങൾ പ്രകാരം ഹൃദയാരോഗ്യം സംരക്ഷിക്കുവാൻ ശക്തമായ സ്വാധീനം സംഗീതത്തിനുണ്ട്.
ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നത്. എങ്ങനെയുള്ള പാട്ടുകളാണ് നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കേണ്ടത്? ലിസണിങ് ടു റിലാക്സിങ് മ്യൂസിക്. അടിപൊളി പാട്ടുകളല്ല. റിലാക്സിങ് മ്യൂസിക് ക്യാൻ സ്ലോ ഡൗൺ അവർ ഹാർട്ട് റേറ്റ് ആൻഡ് ലോവർ യുവർ ബ്ലഡ് പ്രഷർ. ഹാർട്ട് റേറ്റ് കുറയ്ക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈറബിൾ നമ്പറിലേക്ക് കൊണ്ടുവരും, എന്നിട്ട് ബ്ലഡ് പ്രഷർ കുറയ്ക്കും, ഹൈ BP കുറയ്ക്കുന്നു എന്നുള്ളതാണ്. ദിസ് ഹെൽപ്സ് ടു കീപ് യുവർ ഹാർട്ട് ഹെൽത്തി ആൻഡ് blood can flow more freely. Treatment for BP is made more effective. BPക്കുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ വളരെ എഫക്റ്റീവ് ആക്കാനായിട്ട് മ്യൂസിക് തെറാപ്പിയുടെ ഒരു പശ്ചാത്തലം കൂടി ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് പറയും. അക്കമ്പനിഡ് ബൈ മ്യൂസിക് തെറാപ്പി. അതുപോലെ തന്നെ അത് റെഡ്യൂസ് കോംപ്ലിക്കേഷൻസ് ഇൻ കാർഡിയാക് പ്രോബ്ലംസ്. കാർഡിയാക് പ്രോബ്ലംസിൽ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കുവാനായിട്ടും സാധിക്കും. ആനന്ദ ഭൈരവി രാഗം, കാപ്പി രാഗം, ഭൈരവി, ഇതൊക്കെ ഇതിന് നല്ലതാണെന്ന് നമ്മൾ നേരത്തെ പരാമർശിച്ചിട്ടുള്ള. ആനന്ദ ഭൈരവി രാഗമാണെങ്കിൽ BP നോർമലൈസ് ചെയ്യാൻ ഏറ്റവും ഉദാത്തമായ രാഗം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെഡ്യൂസ് സ്ട്രെസ് കുറയ്ക്കുന്നു. ദെൻ കാമിങ് എഫക്റ്റ് സംഗീതം നമുക്ക് നൽകുമ്പോൾ എന്താണ് സംഭവിക്കുക? സ്ട്രെസ് ഹോർമോൺ ഡിക്രീസ് ചെയ്യും. അതുപോലെ അപ്പോൾ സ്ട്രെസ് കുറയും. ഇംപ്രൂവ് സർക്കുലേഷൻ എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യുന്നത്? ആ ഒരു റിതമിക് പാറ്റേൺ ഉണ്ടല്ലോ, സംഗീതത്തിന്റെ താളത്തിനനുസരിച്ച് നമ്മുടെ ശരീര പ്രവർത്തനം, ഹൃദയത്തിന്റെ പ്രവർത്തനവും വരുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക. നമ്മുടെ മൂഡ് ബൂസ്റ്റ് ചെയ്യുന്നു, റെഡ്യൂസ് ഡിപ്രഷൻ, ആങ്സൈറ്റി. ഇത് നല്ലത് ക്ലാസിക്കൽ മ്യൂസിക് ആണ് ഹൃദയത്തിന് നല്ലതെന്ന് പറയുന്നു. അതുപോലെ തന്നെ സോഫ്റ്റ് ഗാനങ്ങളും നമ്മുടെ ഇഷ്ടഗാനങ്ങൾ. ഓരോരുത്തർക്കും സംഗീതത്തോടുള്ള ഇഷ്ടം വ്യത്യസ്തമായി അല്ലേ? ആ ഇഷ്ടഗാനങ്ങൾ അതുമൊക്കെ നിരന്തരമല്ല, റെഗുലറായിട്ട് എപ്പോഴും നമുക്ക് പാട്ട് കേട്ടിരിക്കാൻ പറ്റില്ല. ഒരു ഹാബിറ്റ് ആക്കുക എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഹാബിറ്റ് ആക്കുന്നതിലൂടെ നമുക്കതൊക്കെ സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഇറ്റ് ബൂസ്റ്റ് ഇമ്മ്യൂൺ സിസ്റ്റം. എന്താണ് ഇമ്മ്യൂൺ സിസ്റ്റം? ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യുന്നു എന്ത്? സംഗീത ശ്രവണം. ഇമ്മ്യൂൺ സിസ്റ്റം നമുക്കറിയാം, രോഗപ്രതിരോധ വ്യൂഹം എന്ന്. എന്താണ് ഈ ഇമ്മ്യൂൺ സിസ്റ്റം ചെയ്യുന്നത്? എന്തായിരിക്കും? ആർക്കെങ്കിലും പറയാമോ? എന്താണ് ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഉള്ള ഗുണം? ബെറ്റർ ഹെൽത്തിന് ഒരു കാര്യമുണ്ട്. എന്താണ്? നമ്മുടെ ബോഡിയിൽ ഫോറിൻ പാർട്ടികൾ വരാൻ പാടില്ല, അല്ലേ? ഫോറിൻ ബോഡീസ് വരാൻ പാടില്ല. അതുപോലെ തന്നെ പത്തോജനിക് ഓർഗാനിസംസ്, മാനസികാവസ്ഥ സാറേ നല്ല രീതിയിലാക്കുന്നു. ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ നമ്മൾ ബലപ്പെടുത്തുമ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി പ്രബലമാകും, ശക്തമാകും. ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രവർത്തനമാണ് ഞാൻ ചോദിച്ചത്. പ്രൊട്ടക്ട് ബോഡി ഫ്രം ഫോറിൻ സബ്സ്റ്റൻസസ് ആൻഡ് പത്തോജനിക് ഓർഗാനിസംസ്. രോഗാണുക്കളിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഇമ്മ്യൂൺ സിസ്റ്റം ചെയ്യുന്നതെന്ന് അറിയാം. അപ്പം ആ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യുവാൻ സംഗീത ശ്രവണം ഉപകാരപ്പെടുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ശാരീരികമായിട്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ രണ്ടാമത് പറഞ്ഞത്. ഇറ്റ് ബൂസ്റ്റ് ഇമ്മ്യൂൺ സിസ്റ്റം. ലിസണിങ് ടു മ്യൂസിക് ഹെൽപ്പ് റെഗുലേറ്റിംഗ് ഹോർമോൺസ്. ഇതെങ്ങനെയാണ് സംഭവിക്കുക? ഹോർമോൺസിനെ ഹെൽപ്പ് റെഗുലേറ്റിംഗ് ഹോർമോൺസ്. അങ്ങനെ ദിസ് ഹെൽപ്പ് റിലീവ് സ്ട്രെസ്, ഇൻഡ്യൂസ് സ്റ്റേറ്റ്സ് ഓഫ് റിലാക്സേഷൻ. സ്ട്രെസ് കുറയ്ക്കുകയും. പിന്നെ ഈ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഹോർമോൺ ഏതാണ്? നമ്മൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇൻഡ്യൂസ് സ്റ്റേറ്റ്സ് ഓഫ് റിലാക്സേഷനും കൊണ്ടുവരുന്നു. ഏതാണ് സ്ട്രെസ് ഹോർമോൺ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്?
കോർട്ടിസോൾ. കോർട്ടിസോൾ. ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ഇൻ റെസ്പോൺസ് ടു സ്ട്രെസ്, ആൻസൈറ്റി ഓർ ഫിയർ. ഇതാണ് സ്ട്രെസ് ഹോർമോൺസ്. ഏറ്റവും പ്രധാനം സാർ പറഞ്ഞത് അറിയപ്പെടുന്ന സ്ട്രെസ് ഹോർമോണാണ് കോർട്ടിസോൾ, അഡ്രിനാലിൻ, ഇങ്ങനെ കുറച്ചുണ്ട്. ഇതൊക്കെ സ്ട്രെസ് ഹോർമോൺസ് നമ്മുടെ ബോഡിയെ നെഗറ്റീവ്ലി അഫക്റ്റ് അവർ ഇമ്മ്യൂണിറ്റി. നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ഈ സ്ട്രെസ് ഹോർമോൺ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഹോർമോണിനെ കൺട്രോൾ ചെയ്യുന്നു അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പക്കയാണ്. ക്വൈറ്റ് ഓഫൺ നമുക്കറിയാം, സിക്നസ്, രോഗം ഉണ്ടാകുന്നതിന് മുമ്പ് മിക്കവാറും വലിയ ടെൻഷനൊക്കെ അനുഭവിച്ചത് രോഗത്തിലേക്ക് എത്തിപ്പെടാറുണ്ട്. ടെൻഷൻ ഒരു കാരണം. മ്യൂസിക് ഈസ് ഏബിൾ ടു റെഗുലേറ്റ് ഹോർമോൺസ്. ദിസ് ഹെൽപ്സ് യുവർ ഇമ്മ്യൂൺ സിസ്റ്റം ടു ബി അറ്റ് ഇറ്റ്സ് ഓപ്റ്റിമൽ ലെവൽ. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഓപ്റ്റിമൽ ലെവലായിട്ടുള്ള, ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള ലെവലിൽ എങ്ങനെ നിലനിർത്താൻ സാധിക്കും എന്നുള്ളതാണ്. It can also improve biomarkers such as immunoglobulin A, which play a vital role in keeping the immune system in good condition. Immune system good conditionil നിലനിർത്തുന്ന ബയോമാർക്കേഴ്സ് ആണ്. എക്സാമ്പിൾ അവർ പറയുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്ന അതൊരു പ്രോട്ടീൻ, കൈൻഡ് ഓഫ് പ്രോട്ടീൻ, നമ്മുടെ ഫോറിൻ ബോഡീസിനെ അല്ലെങ്കിൽ പാത്തോജനിക് ഓർഗൻസിനെയൊക്കെ തടയാൻ, ഒരു തടസ്സം സൃഷ്ടിക്കാൻ ഹെൽപ്പുള്ള കാര്യമാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ഇറ്റ് ബൂസ്റ്റ് ഇമ്മ്യൂൺ സിസ്റ്റം. അതിനാണ് ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തുക. നമ്പർ 3, ഇറ്റ് ഇംപ്രൂവ്സ് യുവർ സ്ലീപ്പ് ക്വാളിറ്റി. നമുക്കറിയാം, നമ്മുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി കൂട്ടുവാനായിട്ട് സംഗീതത്തിൽ സഹായിക്കും. ടു മാനേജ് ഇൻസോംനിയ. ഒരു സ്റ്റഡി പ്രകാരം കുറേ കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ ഉറക്കത്തിന് മുമ്പ് അവർ ക്ലാസിക്കൽ മ്യൂസിക് കേട്ടതിന് ശേഷം ഉറങ്ങി. കുറേ മറ്റു കുട്ടികൾ ഓഡിയോ കാസറ്റ്, ഓഡിയോ ടേപ്സ്, ഓഡിയോ ബുക്സ് കേട്ടതിനും, ചിലർ അതും അല്ലാതെയും ഉറങ്ങി. ഏറ്റവും ഈ ക്ലാസിക്കൽ മ്യൂസിക് കേട്ടതിന് ശേഷം ഉറങ്ങിയ കുട്ടികളുടെ സ്ലീപ്പ് ബെറ്റർ ആയിരുന്നു എന്നാണ് ആ സ്റ്റഡി പറയുന്നത്. മേക്ക് മ്യൂസിക് എ പാർട്ട് ഓഫ് സ്ലീപ്പ് ഹൈജീൻ റുട്ടീൻ. നമ്മുടെ സ്ലീപ്പ് ഹൈജീൻ റുട്ടീനിലെ ഒരു പാർട്ടാക്കുക എന്താ, സംഗീത ശ്രവണം, സംഗീതം കേൾക്കുന്നതിന്. ഓക്കെ. നമ്പർ 4, ഇറ്റ് ഈസസ് പെയിൻ. പെയിൻ റിലീവ് ചെയ്യുന്നു, പെയിൻ കുറയ്ക്കാൻ സാധിക്കുന്നു സംഗീത ശ്രവണം. ഇതെങ്ങനെയാണ് സംഭവിക്കുക? പേഷ്യൻസിൽ ലെസ് പെയിൻ ഈസ് ഫെൽറ്റ്. അവർ അത്ര പെയിൻ കുറഞ്ഞ അളവിൽ ഫീൽ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. അവർ പാട്ട് കേൾക്കുകയാണെങ്കിൽ, സംഗീതം കേൾക്കുകയാണെങ്കിൽ പെയിൻ്റെ അനുഭവം അല്ലെങ്കിൽ ഫീലിംഗ്, അതിൻ്റെ ഡെൻസിറ്റി, കാഠിന്യം കുറയുന്നു എന്നുള്ളതാണ്. എക്സാമ്പിൾ, ആഫ്റ്റർ സർജറി കഴിഞ്ഞ് there will be pain ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഇൻ ലേബർ റൂം, ജീറിയാട്രിക് കെയർ, അവിടെയൊക്കെ സംഗീത കൊണ്ട് പെയിൻ അനുഭവിക്കുന്നത് ഇതിൻ്റെ തോത് കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുവാൻ, പെയിൻ അത്ര ഫീൽ ചെയ്യാതെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. പേഷ്യൻസ് ഗെറ്റ് അനദർ സ്റ്റിമുലസ് ടു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക? സംഗീതം കേൾക്കുമ്പോൾ അവർക്ക് വേറൊരു സ്റ്റിമുലസിലേക്ക് ശ്രദ്ധ പോകുന്നു, അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ പെയിനെ കുറച്ചൊക്കെ മറക്കുന്നു, അല്ലേ? കുറച്ചൊക്കെ അവഗണിക്കുന്നു, മനഃപൂർവ്വം അവഗണിക്കുന്നു. അങ്ങനെ നമുക്ക് പെയിൻ കുറയ്ക്കാൻ സാധിക്കുന്നു. ഡിസ്ട്രാക്ഷൻ ഫ്രം പെയിൻ, അതാണ് സംഭവിക്കുന്നത്. പെയിനിൽ നിന്ന് ഒരു ഡിസ്ട്രാക്ഷൻ സംഭവിക്കുകയാണ്, ശ്രദ്ധ തിരിയലാണ്, മാറലാണ് സംഭവിക്കുന്നത്. റിലാക്സിങ് പ്രോപ്പർട്ടീസ് ഓഫ് ദി മ്യൂസിക് ഓൾസോ ഹെൽപ്പ്. അതുപോലെ തന്നെ ശ്രദ്ധ മാറ്റുന്നതിനോടൊപ്പം തന്നെ മ്യൂസിക്കിൻ്റെ റിലാക്സിങ് പ്രോപ്പർട്ടീസും ഈ കാര്യത്തിൽ വളരെയധികം സഹായിക്കുന്നു എന്നാണ് പറയുന്നത്.
Music therapy is often used in pain management. ചില രാഗങ്ങളൊക്കെ അതിൽ വളരെ ഗുണം ചെയ്യുന്ന ഒന്ന് രണ്ട് പാട്ടുകൾ, രാഗിണീതൻ അങ്ങനൊരു പാട്ടുണ്ടല്ലോ, വിജന തീരമേ കണ്ടുവോ, അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ആസ്വദിക്കുമ്പോൾ നമ്മൾ പെയിനിൽ നിന്നും ശ്രദ്ധ മാറുന്നു എന്നാണ് പറയുന്നത്. ചൈത്രം ചായം ചാലിച്ചു അങ്ങനൊരു പാട്ടുണ്ടല്ലോ, ആഹിർ ഭൈരവി, പൂപാളി രാഗം, അതൊക്കെ അതിന് പെയിൻ കുറയ്ക്കാനൊക്കെ പ്രയോജനം ചെയ്യുന്നു എന്ന് പറയുന്നു. അഞ്ചാമത്തെ കാര്യം ഹെൽപ്പ് ഈറ്റ് ലെസ്. അതെങ്ങനെയാ സാധിക്കുക? കൂടുതൽ കഴിച്ചു എന്ന് വെച്ചാൽ എന്താ കുഴപ്പം? ആഹാരം കൂടുതൽ കഴിച്ചാൽ പൊണ്ണത്തടി ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ കൺട്രോൾഡ് ഈറ്റിങ്ങിന്, കൺട്രോൾഡ് ഫുഡ് കൺസംഷന് ഒരു നല്ല ഒരു സഹായിയാണ് എന്ത്? ലിസണിങ് ടു മ്യൂസിക്. Listening to music can affect the quantity of food one eats. ഒരാൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവിനെ നിയന്ത്രിക്കാൻ, കൺട്രോൾ ചെയ്യുവാൻ സംഗീതം ശ്രവിക്കുന്നതുകൊണ്ട് സാധിക്കും. അതെങ്ങനെയാണ്? സൂത്തിങ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു റെസ്റ്റോറൻറ്റ്, സൂത്തിങ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള പാട്ട് പ്ലേ ചെയ്യുകയാണ്, അതുപോലെ തന്നെ സോഫ്റ്റ് ലൈറ്റ്, ഇത് രണ്ടും ഉള്ള ഒരു റെസ്റ്റോറൻറ്റിൽ 18% ലെസ് കലോറി കൺസംഷനേ ഉണ്ടാകുന്നുള്ളൂ. സാധാരണ കഴിക്കുന്നതിൻ്റെ 18% ലെസ് കലോറി കൺസംഷനേ ഉണ്ടാകുന്നു. ആസ്വദിച്ച് കഴിക്കുന്നത് കൊണ്ടാണ്. ആ കഴിക്കുന്നതിൻ്റെ ഗുണവും ഉണ്ടാകും, ക്വാണ്ടിറ്റി അതനുസരിച്ച് കഴിക്കുകയുള്ളൂ, സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഫാസ്റ്റ് മ്യൂസിക് ആണെങ്കിലോ കഴിക്കുന്നതിലും ധൃതി ഉണ്ടാകും. അപ്പോൾ പല രീതിയിൽ സംഗീതത്തിൻ്റെ പ്ലേ ഭക്ഷണം കഴിക്കുന്നതിനെ ബാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. മ്യൂസിക് സപ്പോർട്ട് മൈൻഡ്ഫുൾ ഈറ്റിംഗ്. മ്യൂസിക്കിൻ്റെ സപ്പോർട്ടോടുകൂടി മൈൻഡ്ഫുൾ ഈറ്റിംഗ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നിയന്ത്രണം വിട്ടുള്ള കൺസംഷനായി പോകും എന്നുള്ളതാണ്. നമ്പർ 6, ലിസണിങ് ടു മ്യൂസിക് ഇൻക്രീസസ് എൻഡുറൻസ് കൂട്ടും. Listening to music increases endurance. എന്താണ് endurance? സഹിഷ്ണുത, സഹിക്കാനുള്ള കഴിവ്, സഹനശക്തി, സ്ഥിരത എന്നൊക്കെ പറയും endurance. സ്റ്റഡീസ് പ്രകാരം listening to stimulating music during a workout can boost physical endurance and performance. സ്റ്റഡീസ് പ്രകാരം സ്റ്റിമുലേറ്റിംഗ് മ്യൂസിക് കേട്ടുകൊണ്ട് വർക്കൗട്ട് ചെയ്യുന്നവർ, എക്സസൈസ് ചെയ്യുന്നവർക്ക് ക്യാൻ ബൂസ്റ്റ് ദെയർ ഫിസിക്കൽ എൻഡ്യൂറൻസ്, ശാരീരിക സഹിഷ്ണുത അല്ലെങ്കിൽ എൻഡ്യൂറൻസ് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതും പെർഫോമൻസും എന്താണ് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നാണ്. അപ്പോൾ എക്സസൈസിനോടൊപ്പം അല്ലെങ്കിൽ സംഗീതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഡു വർക്കൗട്ട്സ്, അതിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. മോട്ടിവേറ്റിംഗ് മ്യൂസിക് ഇൻക്രീസസ് ഹാർട്ട് റേറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ഫ്രീ ഫ്ലോ ഓഫ് ബ്ലഡ് ആൻഡ് ഇംപ്രൂവ് പെർഫോമൻസ്. ഇതൊക്കെയാണ് അതിൻ്റെ പിന്നിലുള്ള കാര്യം. മ്യൂസിക് ക്യാൻ ഹെൽപ്പ് യു ഫൈൻഡ് ദി മെൻ്റൽ സ്ട്രെങ്ത്. രമാവതി മാഡം പറഞ്ഞ പോലെ മാനസിക ആരോഗ്യം, മാനസിക ശക്തി പകരാനായിട്ട് മ്യൂസിക്കിന് സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ചാണ്. ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച് പറയുമ്പോൾ മെൻ്റൽ സ്ട്രെങ്തിനെ കുറിച്ച് പറയാതിരിക്കാനും പറ്റില്ലല്ലോ, എല്ലാം ഇന്റർ ഡിപ്പെൻഡൻ്റ് അല്ലേ. നമ്പർ 7 ആൻഡ് ദ ലാസ്റ്റ് വൺ, ഇറ്റ് റെഗുലേറ്റ്സ് യുവർ നെർവസ് സിസ്റ്റം. നമ്മുടെ നെർവസ് സിസ്റ്റത്തെ, നാഡീവ്യൂഹത്തെ സ്വാധീനിക്കുകയല്ല, അത് റെഗുലേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുക. ക്രമപ്പെടുത്തുന്നു അല്ലേ, ക്രമത്തിലാക്കുക. 2 സെറ്റിങ്സ് ഓഫ് നെർവസ് സിസ്റ്റം നമുക്കറിയാം, ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ്, അതുപോലെ തന്നെ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ്. ഇത് രണ്ടും, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് അല്ലെങ്കിൽ ആൻഡ് റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ്.
ഇതില് ഫൈറ്റ് ഓർ ഫ്ലൈറ്റോ അല്ലെങ്കിൽ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ്, ഇതിൽ എന്തെങ്കിലും ഒന്നേ ഒരേ സമയം ചെയ്യാൻ പറ്റുമോ? അല്ലേ, രണ്ടും കൂടെ ഒരു സമയം ചെയ്യാൻ പറ്റുമോ? only one can be activated at a time ഒന്നേ സാധിക്കും. ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് ആണെങ്കിലോ നേരിട്ടാണ്, സം ഓൺലൈൻ facing difficulties. Once the stressor has passed, stressor വിട്ടകന്നാലോ the nervous system switches back to rest and digest settings. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ആയിരിക്കും ആദ്യം, അത് കഴിഞ്ഞ്, അല്ലെങ്കിൽ അത് ഡിപ്പെൻസ് ഓൺ ദി സിറ്റുവേഷൻ, അത് കഴിഞ്ഞാലോ വീണ്ടും നമ്മൾ അല്ലെങ്കിൽ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് സെറ്റിങ്സിലായിരിക്കും. ഇൻ കേസ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിറ്റുവേഷൻ വന്നാൽ ആ സ്ട്രെസ്സർ മാറിക്കഴിഞ്ഞാൽ, പിൻവാങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിടിവിട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തിലേക്ക് വരും? വിൽ കം ടു റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് സെറ്റിങ്സ്, സാധാരണ നിലയിലേക്ക് വരും. സ്ട്രെസ്ഫുൾ ലൈഫ്സ് ഫ്ലഡ് യുവർ ബോഡി വിത്ത് സ്ട്രെസ് ഹോർമോൺസ്. ഇതാണ് അവിടെ കുഴപ്പം. സ്ട്രെസ്ഫുൾ കാര്യങ്ങളിൽ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ ഫ്ലഡ് യുവർ ബോഡി വിത്ത് സ്ട്രെസ് ഹോർമോൺസ്. സ്ട്രെസ് ഹോർമോൺസ് കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ പറഞ്ഞു. ലിസണിങ് ടു മ്യൂസിക് ക്യാൻ ആക്ടിവേറ്റ് ദി റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് റെസ്പോൺസ് ബൈ ഡിക്രീസിങ് സ്ട്രെസ് ഹോർമോൺസ്. സംഗീതം ശ്രവിക്കുന്നത് കൊണ്ട് റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് റെസ്പോൺസ് ആക്ടിവേറ്റഡ് ആവുകയും നമ്മുടെ സ്ട്രെസ് ഹോർമോൺ ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഈ ഗെറ്റ് റിലാക്സേഷൻ, നമുക്ക് റിവാർഡ് കിട്ടുന്നു. എന്താണ് റിവാർഡെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റിവാർഡ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആയി നമുക്ക് റിവാർഡ് കിട്ടുന്നു ആൻഡ് റിലാക്സേഷൻ ഹോർമോൺസ് ഉണ്ടാകും. അതുപോലെ തന്നെ പ്ലഷർ ഹോർമോൺ, റിലാക്സേഷൻ ഹോർമോൺ ഒക്കെ ഉണ്ടാകുന്നു എന്ന് പറയും. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ മ്യൂസിക് തെറാപ്പി സെഗ്മെന്റിൽ പറയാൻ ആഗ്രഹിച്ചത്. ഒരു പാട്ട് ഒന്ന് പ്ലേ ചെയ്യാം, എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ ആ പാട്ടിലൂടെ കടന്നു പോയപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ, ഈ ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, സോൾ, ഇതെല്ലാം നമ്മൾ പറഞ്ഞല്ലോ. ബോഡി, മൈൻഡ് ആൻഡ് സോൾ. മൈൻഡ് എന്ന് പറയുമ്പോൾ മൈൻഡിന്റെ പ്രോപ്പർട്ടീസ് അല്ലേ, ഫാക്കൽറ്റീസ്, ഇതൊക്കെ എങ്ങനെ ആ വ്യക്തിയിൽ ഉണ്ടായി എന്നുള്ളതെന്ന് പറയണം. സാബു സാർ. സാർ ഇന്നത്തെ ഇതും കൂടെ ഒന്ന് പറഞ്ഞേച്ച് ഞാൻ ചെയ്തോളാം. ഏതാ? ജോൺസൺ മാഷിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചെയ്യും. ഓക്കെ. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യം, മാനസികാരോഗ്യം, അവരുടെ ആ ഒരു ആ വ്യക്തിയുടെ എക്സ്പ്രഷൻസ്, അവരുടെ ഓർമ്മ, അവരുടെ ബുദ്ധി, അവരുടെ അവയർനെസ്, പോസിറ്റീവ് തോട്ട്സ്, ഇമോഷണൽ ബാലൻസിങ്, റെഗുലേഷൻ, അവരുടെ മുഖത്തുള്ള സന്തോഷം, ശുഭാപ്തി വിശ്വാസം, അവർ കാണിക്കുന്ന സ്നേഹം, ഇതിൻ്റെയൊക്കെ തോത് എത്രമാത്രം ഉണ്ടെന്ന് ഒന്ന് വിലയിരുത്തുക. നിങ്ങൾ മിക്കവാറും കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും, ഒത്തിരി വാട്സാപ്പിലൊക്കെ പ്രചരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണത്. സാർ അത് കാണിക്കാം. ഓക്കെ, ശരി ശരി. നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിൽ സോപാന ഗായകനാകൂ എന്നെ നീ സ്വർഗപുത്രി നവരാത്രി. കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചെടികളിൽ നിൻ നാലിപ്പഴം പൊഴിയും എൻ്റെ ചുണ്ടൊന്നു ചൊപ്പിക്കണം. കുലജാതിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവ ശുഭകാരിണി.
കഥക ഹൃദയ സദാമര നെറുകയിൽ ഉദയാങ്കുലിയാകൂ മംഗളമന്ദസ്മിതം തൂകും ദേവദാസിയെ മറക്കൂ മറക്കൂ. ആയിരമായിരം അന്തഃപുരങ്ങളിൽ ആരാധിച്ചവൾ ഞാൻ, നിങ്ങളെ ആരാധിച്ചവൾ ഞാൻ. നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ, ജ്യോതിർമയിയാം ഉഷസ്സിനി വെള്ളിത്താമരം വീശും മേഘങ്ങളെ, സുപ്രഭാതം സുപ്രഭാതം പൂത്താലി കെട്ടിടണം. താങ്ക് യു. ഇത് ആർക്കാണെങ്കിലും പറയാം ഇത് ആരാണെന്ന്. നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും, കേട്ടിട്ടുള്ളതായിരിക്കും. സാറേ, ആ. എന്റെ ഇഷ്ടപ്പെട്ട ഒരു അമ്മയാണത്. കാരണം അവരെ മക്കൾ എന്റെ ഫ്രണ്ട്സ് ആണ്. ആ. അപ്പൊ ഇപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച അവര് മരിച്ചു. ഉം. അവര് കാസർഗോഡ് ഒരു മോള് അഗ്രികൾച്ചറിൽ ജോലി ഉണ്ടായിരുന്നു, പിന്നെ ഒരു മോള് വാട്ടർ അതോറിറ്റിയിലായിരുന്നു. അപ്പം ഈ സതി അഗ്രികൾച്ചറിൽ ജോലി ഉള്ളതുകൊണ്ട് അവിടെ താമസാണ്. അപ്പൊ ട്രെയിനിൽ പോവും. അപ്പൊ ട്രെയിനിൽ 2-3 ദിവസം മോളെ എടുത്ത് നിൽക്കാൻ വേണ്ടി പോകുമ്പോ അന്നേരം അവര് നല്ല പ്രായമാണ്, ഒരു 10-40 വയസ്സ് അങ്ങനെയുള്ള പ്രായമാണ്. അപ്പൊ ഞാൻ ട്രെയിനിലെ യാത്ര ചെയ്യാം കാസർഗോഡ് ജോലിക്ക് പോകുമ്പോ. വണ്ടിയിൽ തിക്കി തിരിഞ്ഞിട്ട് അവരടുത്തേ പോയി ഇരിക്കുള്ളൂ. നീലശ്വരത്ന കേറാ, പ്ലീസ് പാട് അമ്മ പാട് പറയുമ്പോ എനിക്ക് ഒരുപാട് പാട്ട് പാടിത്തരും സാറേ. എന്താ രസം എന്നറിയാതെ സേവാന്നുള്ള പാട്ടിലാണ്. അപ്പൊ രമാവതി മാഡത്തിന് മാത്രമല്ല, ഇപ്പൊ ഞങ്ങൾക്കെല്ലാം ഈ ഇത് കാണുന്നവർക്കെല്ലാം പ്രിയങ്കരിയാണ് ഉദിനൂർ ലക്ഷ്മി അമ്മ, അല്ലേ? അപ്പോൾ നേരിട്ട് രമാവതി മാഡത്തിന് അവരോടൊപ്പം സഞ്ചരിക്കാനും സല്ലപിക്കാനും ഒക്കെ അവസരം കിട്ടിയത് വളരെ ഭാഗ്യമായിട്ട് കരുതുകയാണ്. അപ്പോൾ ഈ പാട്ട് അവർ പാടുന്നതിൻ്റെ എനർജി കണ്ടോ? ആ പാട്ട് നേരത്തെ ഞാൻ പറഞ്ഞു, പാട്ട് ആത്മാവിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പോകാൻ പാടാണ്. അപ്പോൾ ആത്മാവിലേക്ക് സംഗീതത്തെ പ്രവേശിപ്പിക്കണം. അങ്ങനെ ആത്മാവിലേക്ക് ചെറുപ്പത്തിൽ സംഗീതത്തെ പ്രവേശിപ്പിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു അമ്മയാണത്. അപ്പോൾ അവരുടെ ശാരീരിക അത്രയും വയസ്സുണ്ട്, 90+. അപ്പോൾ ഞാനത് ഈ വീഡിയോ ഇടുമ്പോൾ തന്നെ 90+ ആണ്. അപ്പോൾ അതിൽ കഴിഞ്ഞിട്ടുണ്ടാവാം. ശാരീരികം, മാനസികം, സ്പിരിച്വൽ. മാനസികം എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഫാക്കൽറ്റീസ് ആണ്? ഓർമ്മ, ബുദ്ധി, അവയർനെസ്. അതാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് വാച്ച് ചെയ്യണമെന്ന് പറഞ്ഞത്. സമയം പരിമിതി കൊണ്ട് ഞാൻ തന്നെ പറയുകയാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ പറയാം. പോസിറ്റീവ് തോട്ട്സ് ഉണ്ടോ? അവരുടെ അനുഭവങ്ങൾ പറയുമ്പോഴത്തേക്ക് അത് അതിൽ വരുന്നുണ്ട്. ഈ വീഡിയോ നമുക്ക് വേണമെങ്കിൽ ഗ്രൂപ്പിലിടാം. അവരുടെ സന്തോഷം, സ്നേഹം, കുടുംബാംഗങ്ങളോടുള്ള സ്നേഹം. ഇത് സി വിത്ത് എലിസ എന്ന് പറയുന്ന ഒരു വ്ളോഗറുടേതാണ്. നമ്മുടെ ഒരു അടുത്ത സുഹൃത്താണ് എലിസ. ഇപ്പോൾ വി ബെസ്റ്റ് ഗ്രൂപ്പിൽ ഇപ്പം എലിസയും ഉണ്ട്. ഒത്തിരി നല്ല വീഡിയോസ് ചെയ്യുന്ന ഒരു കുട്ടിയാണ് എലിസ. അപ്പോൾ ഈ വീഡിയോ വേണമെങ്കിൽ സാബു സാർ പറഞ്ഞതുപോലെ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം, ആവശ്യക്കാർക്ക് കാണാം. കാണുക മാത്രമല്ല, അതിൽ നിന്നും ഒരു പ്രചോദനം ഉൾക്കൊള്ളണം എന്നാണ് ഞാൻ പറയുക. അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തേടി പിടിച്ചു കൊണ്ടുവരുന്നത്. സംഗീതത്തെ നിങ്ങൾ എന്തുകൊണ്ട് കൂടെ ചേർക്കണം എന്നുള്ളതിൻ്റെ തെളിവുകൾ കൂടിയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിച്ചത്. സോ വിൽ ഗോ ടു ദ നെക്സ്റ്റ് സെഗ്മെന്റ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഉദിനൂർ ലക്ഷ്മി അമ്മയെക്കുറിച്ചോ അല്ലെങ്കിൽ മ്യൂസിക് തെറാപ്പിയുടെ സെഗ്മെന്റിനെ കുറിച്ചോ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. നമുക്ക് അടുത്ത അനുസ്മരണത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. സാറ് ആ പാട്ടിനെ ആത്മാവിലേക്ക് പ്രവേശിപ്പിക്കുക എന്ന് പറഞ്ഞു. അതായത് ബൈഹാർട്ട് ആക്കുക എന്നാണ് ഒരു പക്ഷേ പറയുന്ന അർത്ഥം. അപ്പൊ ഈ ശരിക്ക് ഈ ബൈഹാർട്ട് അല്ല, സോറി സാർ, ബൈഹാർട്ട് എന്നുള്ളതല്ല. ഓക്കെ, ഈ നമ്മൾ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താല് അത് അൺകോൺഷ്യസ് മൈൻഡിലേക്കും ആത്മാവിലേക്കും പ്രവേശിക്കും എന്നുള്ളതാണ്. അതായത് ഈ ഇതിന്റെ എക്സ്റ്റംപോർ പ്രസംഗിക്കുന്ന ആളുകള് ശരിക്കും അവരുടെ ദിമാഗിന്ന് അല്ലെങ്കിൽ ബ്രെയിൻ എല്ലാ ഓർമ്മശക്തി എന്ന് വരുന്നത് ശരിക്കും അവർ ആത്മാവും കൂടിയാണ്
ആ കാര്യങ്ങള് വരുന്നത്. അപ്പൊ ആത്മാവിനും ഓർമ്മശക്തി ഉണ്ട്. ആത്മാവിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഇങ്ങനെ എസ്റ്റംപോർ പ്രസംഗങ്ങളൊക്കെ സാധിക്കുക എന്നുള്ള ഒരു ഒരാശയുണ്ട്. അപ്പോ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ആത്മാവിലേക്ക് പ്രവേശിപ്പിക്കുക, അതായത് റിപ്പീറ്റേഷൻ ചെയ്തും അത് ആത്മാവിലേക്ക് പ്രവേശിക്കും. റിപ്പീറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അക്സെപ്റ്റൻസ് ആണ്. നമ്മൾ അൺകണ്ടീഷണലി സ്വീകരിക്കുക എന്നുള്ളതാണ്, ഉൾക്കൊള്ളുക, അക്സെപ്റ്റ് ചെയ്യുക. അതാണ്. അപ്പോൾ കാണാതെ പഠിക്കണമെന്നില്ല, ആത്മാവിൽ സ്വീകരിക്കാൻ കാണാതെ പഠിക്കണമെന്നില്ല, അത് കാണാതെ പഠിക്കപ്പെട്ടു പോകും ഇഫ് നീഡഡ്. അതാണ്. അപ്പൊ ഇറ്റ് ക്യാൻ ആൾസോ ഹാവ് എ മെമ്മറി എന്നാണ് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നത്. അവരുടെ മെമ്മറി നോക്കൂ, ഈ 92-93 വയസ്സിലും എത്ര സ്ഫുടമായിട്ട് നല്ല പാട്ടിന്റെ ആലാപന ശൈലി കണ്ടോ, നമുക്ക് പോലും പറ്റാത്ത രീതിയിലാണ്. അതിനെപ്പറ്റി സാറൊന്ന് വിശദീകരിക്കുവോ? ആത്മാവിലേക്ക് പ്രവേശിപ്പിക്കുക, ആത്മാവിന് അതിൻ്റെതായ ഒരു മെമ്മറി ഉണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി അത് ഒരുവിധ ആളുകൾക്കൊന്നും അറിയാത്തൊരു കാര്യമാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഉൾക്കൊള്ളുക എന്നുള്ളത് തന്നെയാണ്. കണ്ടീഷണൽ ആയിട്ട് ഉൾക്കൊള്ളുക, അൺകണ്ടീഷണൽ ആയിട്ട് വ്യവസ്ഥകൾ വയ്ക്കാതെ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത്. താങ്ക് യു സാർ. നമുക്ക് അതൊരു വേറൊരു വിഷയമായതുകൊണ്ട് നമുക്ക് അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാൻ സമയവും ഇല്ല. ഉൾക്കൊണ്ടുവന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്ക് ജോൺസൺ മാസ്റ്ററിന്റെ അനുസ്മരണത്തിലേക്ക് കടക്കാം. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ എത്രയോ മനോഹരമായ ഗാനങ്ങൾ ഇഷ്ടം പോലെയാണ്, നമുക്കൊന്നും മാറ്റിവെക്കാനില്ല. അതുകൊണ്ട് അതിലേക്കും കൂടെ പ്രവേശിക്കേണ്ടതുണ്ട്. ആകാശമാകെ ഈണത്തിന്റെ അഴക് വിടർത്തിയ പ്രതിഭയാണ് ജോൺസൺ മാഷ്. ആകാശമാകെ എന്നൊരു പാട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. മലയാളത്തിന് എണ്ണമറ്റ മനോഹര ഗാനങ്ങൾ സമ്മാനിച്ച് നനച്ചിരിക്കാതെ കടന്നുപോയ സംഗീത സംവിധായകൻ. ഭരതൻ, സത്യൻ അന്തിക്കാട്, പത്മരാജൻ, ഇവർക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയത് അദ്ദേഹം. മറ്റാരുമല്ല, 2011 ആഗസ്റ്റ് 18 വ്യാഴാഴ്ച നമ്മെ വിട്ടുപിരിഞ്ഞ ജോൺസൺ മാഷ്. അന്ന് പതിവ് പോലെ സായാഹ്ന സവാരി കഴിഞ്ഞ് വീട്ടിലെത്തി അദ്ദേഹം മേൽ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ കുളിമുറിയിൽ വീഴുകയാണ് ഉണ്ടായത്. ശ്രുതിലയങ്ങൾ ഓമനിച്ച് അവസാന ശ്വാസവും നിലച്ച് സംഗീത പ്രേമികളുടെ, നമ്മളുടെയൊക്കെ മെലഡി കിങ് ജോൺസൺ മാഷ് തണുത്ത തറയിൽ വീണു. വീട്ടുകാർ ഉടനെ തന്നെ അടുത്ത ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫലമുണ്ടായില്ല. നമുക്കറിയാം, തൃശ്ശൂർ ജില്ലയിലെ നെല്ലിക്കുന്നിൽ ചേലക്കോട്ടുകര തട്ടിൽ വീട്ടിൽ ആണ് അദ്ദേഹത്തിന്റെ ജന്മം. 1953 മാർച്ച് 26. അച്ഛൻ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു, ആന്റണി. അമ്മ മേരി. ജോൺസൺ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ സംഗീതത്തോട് വലിയ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നാണ്. ഇത് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ പിതാവ് ആന്റണി പള്ളിക്കോയറിൽ ചേർക്കുകയാണ്. അപ്പോൾ അവിടെ കൂടുതൽ അവസരങ്ങൾ ജോൺസൺ മാഷ് കിട്ടുന്നു. അവിടെ ഉണ്ടായിരുന്ന ഉപകരണങ്ങൾ പരിചയപ്പെടാനും ഹാർമോണിയത്തിൽ കാട്ടിയ മാന്ത്രിക വിദ്യ എല്ലാവരും ശ്രദ്ധിച്ചു എന്നാണ് പറയുക, അച്ഛനും ഉൾപ്പെടെ. തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിൽ പഠനം, കലോത്സവങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നു ജോൺസൺ മാഷ്. ബിരുദ പഠനശേഷം വോയിസ് ഓഫ് തൃശ്ശൂർ എന്ന സംഗീത സമിതി രൂപീകരിച്ചു. അതിൽ പാടുന്നവരെയും അതുപോലെ തന്നെ സംഗീതോപകരണങ്ങൾ അതിൽ പ്രാവീണ്യമുള്ളവരെ ചേർത്താണ് അദ്ദേഹം അങ്ങനെ ഒരു വോയിസ് ഓഫ് തൃശ്ശൂർ എന്ന ഒരു പ്രസ്ഥാനം, ഒരു സമിതി രൂപീകരിച്ചത്. തൃശ്ശൂർ കടന്ന് കേരളത്തിലെ ആകമാനം അത് പ്രശസ്തമായി എന്നാണ് പറയുക. പി മാധുരിക്കും നമ്മുടെ ജയചന്ദ്രൻ മാഷയ്ക്കും സ്വന്തമായിട്ട് ഓർക്കസ്ട്രേഷൻ ഇല്ലായിരുന്നു, ഓർക്കസ്ട്ര ടീം ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഗാനമേളകൾക്കൊക്കെ ജോൺസൺ മാഷിന്റെ ഈ വോയിസ് ഓഫ് തൃശ്ശൂരിനെ ഉപയോഗിച്ചു. അത് ഒരു നല്ല അവസരം ആയി എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ ഗാനമേള സ്റ്റേജിൽ ഓടി നടന്ന ഉപകരണങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ കൈകാര്യം ചെയ്യിപ്പിക്കുന്ന ഈ ചെറുപ്പക്കാരനെ നമ്മുടെ ജയേട്ടൻ പി ജയചന്ദ്രൻ എന്ന ഗായകൻ ശ്രദ്ധിച്ചു. അദ്ദേഹമാണ് നമ്മുടെ ദേവരാഗങ്ങളുടെ ശില്പി
ദേവരാജൻ മാഷുടെ ശ്രദ്ധയിൽ ഇദ്ദേഹത്തെ പെടുത്തിയത് എന്ന് പറയുന്നു. കർക്കശക്കാരനായിരുന്നു ദേവരാജൻ മാഷ് നമുക്കറിയാം. പക്ഷേ ജോൺസൺ മാഷ് അവിടെ പിടിച്ചു നിന്നു എന്നുള്ളത്. ആ ഗുരുവിൽ നിന്നും പഠിച്ച പാഠങ്ങൾ അദ്ദേഹത്തിന് വലിയ അനുഗ്രഹമായി. പിന്നീട് ജോൺസൺ മാഷ് അറിയപ്പെട്ടു തുടങ്ങി. ഭരതൻ തൻ്റെ ആരവം എന്ന സിനിമയിൽ പശ്ചാത്തല സംഗീതത്തിന് അവസരം കൊടുത്തു. അതിലെ ഗാനങ്ങൾ MG രാധാകൃഷ്ണൻ്റെതായിരുന്നു. എന്താണ് ഈ പശ്ചാത്തല സംഗീതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മനോജ് സാറിനൊക്കെ കൂടുതൽ അറിയാം, അദ്ദേഹം അതിൽ വ്യാപൃതനായി നടന്ന വ്യക്തിയാണ്. പശ്ചാത്തല സംഗീതം സിനിമയുടെ ആ രംഗങ്ങൾക്ക് അനുയോജ്യമായ മ്യൂസിക് കൊടുക്കുക എന്നുള്ളതാണ് പശ്ചാത്തല സംഗീതം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തെങ്കിലും വേണമെങ്കിൽ മനോജ് സാർ പിന്നീട് സംസാരിക്കും. പിന്നീട് തകര, ചാമരം എന്ന സിനിമകൾക്ക് പശ്ചാത്തല സംഗീതം രണ്ടും നല്ല ഹിറ്റ് സിനിമകളായിരുന്നു എന്ന് നമുക്കറിയാം. 1981 ആദ്യമായി ചലച്ചിത്ര ഗാനത്തിന് സംഗീതം പകർന്നു ഇണയെ തേടി എന്ന ചിത്രത്തിന് വേണ്ടിയായിരുന്നു അത്. അത്ര സിനിമ അത്ര വിജയിച്ചില്ല. അതുകൊണ്ട് മാസ്റ്റർ ഗാനവും ജോൺസന്റെ ഗാനവും അത്ര ശ്രദ്ധിക്കാറുണ്ട്. പിന്നീട് പ്രേമഗീതങ്ങൾ എന്ന ബാലചന്ദ്രൻ മേനോൻ സിനിമയിലാണ് കൂടുതൽ പാട്ടുകൾ വന്നത്. നീ നിറയൂ ജീവനിൽ എന്നൊരു പാട്ടുണ്ട്. സ്വപ്നം വെറും ഒരു സ്വപ്നം, മുത്തും മുടിപ്പൊന്നും എന്നീ 4 ഗാനങ്ങൾ, കളകളമൊഴി എന്നുള്ള ഒരു പാട്ടുമുണ്ട്. അങ്ങനെ 4 ഗാനങ്ങൾ അദ്ദേഹം ചിട്ടപ്പെടുത്തി. പിന്നെ ജനപ്രിയ ഗാനങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു ജോൺസൺ മാസ്റ്റർ കൈവിരലുകളിൽ അല്ലെങ്കിൽ മനസ്സിൽ നിന്നും ഹൃദയത്തിൽ നിന്നും വന്നുകൊണ്ടിരുന്നത്. RK ദാമോദരന്റെ മഞ്ഞിൽ ചേക്കേറും പകരപ്പൻ പക്ഷി. പിന്നെ ആദ്യം ചിട്ടപ്പെടുത്തിയ ഗാനവും RKയുടെ ആയിരുന്നു, RK ദാമോദരന്റെ ആയിരുന്നു. ശ്രദ്ധിക്കപ്പെടാതെ പോയി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ONV, ഈ ഭാസ്കരൻ എന്നിവരുടെ ഗാനങ്ങൾക്ക് നിരവധി രചനകൾക്ക് സംഗീതം നൽകി ജോൺസൺ മാഷ്. ഇത് ഞങ്ങളുടെ കഥ. സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ നീ, അത് നസീമയിലെ എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ അല്ലെ, ഇതൊരു ഹൃദയരാഗമാണ്, പരിഭവമാണ്. എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ. ആ ഒരു സംഗീത ശീലില് അത് 100% കൺവേ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകാൻ പറ്റും. എന്നിട്ടും ഓക്കെ. ONV-യുമായി ചേർന്ന് ഒത്തിരി ഗാനങ്ങൾ ഉണ്ട്. പത്മരാജന്റെ കൂടെവിടെ എന്ന സിനിമയിലെ പാട്ടുകൾ വളരെ പ്രശസ്തമാണ്. ആടിവാക്കാറ്റ് പാടിവാക്കാറ്റ്, പിന്നെ പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു. പാട്ട് നമ്മൾ പിന്നീട് ആലപിക്കുന്നുള്ളത് കൊണ്ട് ഞാനിങ്ങനെ ഒന്ന് സൂചിപ്പിച്ചു പോവുക മാത്രം ചെയ്യുകയാണ്. നേരം പുലരുമ്പോൾ എന്ന സിനിമയിൽ എൻ്റെ മൺവീണയിൽ കൂടണയാലൊരു മൗനം പറന്നു പറന്നു വന്നു. ഈ കവിത രചിച്ചവരെന്ത് ആഗ്രഹിച്ചോ അത് ആ ഈണത്തിലൂടെ പകർന്നു നൽകുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളത് ഈ പാട്ടിലൂടെയൊക്കെ നമുക്കറിയാൻ പറ്റും. സ്വർണത്തിന് സുഗന്ധം എന്ന വണ്ണമാണ് അദ്ദേഹം സംഗീതം ഓർത്ത് നൽകിയത്, ചേർത്ത് നൽകിയത് ഓരോ കവിതയ്ക്ക്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, പവിഴം പോൽ പവിഴാതരം പോൽ എന്നൊരു പാട്ടുണ്ട്. ആകാശമാകെ കണിമല, ആ ഒരു പാട്ട്, അതിലാണ് ഞാൻ തുടങ്ങിയത്. ആകാശമാകെ സംഗീതം വിതറിയ പ്രതിമ. ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടത്തിലെ മനോഹരമായ ഗാനം. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊരുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു മനോഹരമായ സംഗീത ആവിഷ്കാരങ്ങൾ. 230ഓളം ചിത്രങ്ങൾക്ക് 700-ലധികം പാട്ടുകൾ. പിന്നീട് ഇങ്ങോട്ട് കുറെ ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം നമുക്കറിയാം സല്ലാപം, ദിലീപിന്റെ സല്ലാപം
ചന്ദനച്ചോലയിൽ മുങ്ങി നീരാകിയൻ, അത് പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണെ, അത് പൊന്നിൽ കുളിച്ചു നിന്ന്. ചന്ദ്രികാ വസന്തം, ആ പാട്ട്. അങ്ങനെ ഒത്തിരി ഒത്തിരി ഗാനങ്ങൾ. അദ്ദേഹത്തിന്റെ ഭാര്യ റാണി, മകൻ റൻ, മകൾ ഇഷാൻ. മക്കൾ രണ്ടുപേരും തീരാ ദുഃഖമായി ഈ ലോകത്ത് നിന്നും ഇവിടെ പറഞ്ഞു. മകൻ റൻ 2012 ഫെബ്രുവരി 25 ഒരു അപകടത്തിലാണ് മരിച്ചത്. 2016 ഫെബ്രുവരി 5 ഹൃദയാഘാതത്തെ തുടർന്നാണ് ഷാൻ മരിച്ചത്. അച്ഛൻ്റെ പാത പിന്തുടർന്ന് ഒരു ഗായിക അല്ലെങ്കിൽ സംഗീത സംവിധായിക ആയിട്ട് വളർന്നു വരികയായിരുന്നു ഷാൻ. അതാണ് ഏറെ ദുഃഖം. സംഗീത സംവിധാനത്തിലെ ദേശീയ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളിയാണ് ജോൺസൺ. സംഗീത സംവിധാനത്തിലെ ദേശീയ പുരസ്കാരം ആദ്യമായി നേടിയ മലയാളി. 1994 പൊന്തന്മാടയ്ക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കിയതിനായിരുന്നു അത്. 95 സുഹൃതത്തിലെ പശ്ചാത്തല സംഗീതം. 82, 85, 99, 92 അതിലെ ഗാനങ്ങൾക്ക് അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾക്ക് സംസ്ഥാന അവാർഡുകൾ ലഭിച്ചു. 92, 96 പശ്ചാത്തല സംഗീതം, സദയം, സല്ലാപം ഇതിന് പശ്ചാത്തല സംഗീതത്തിനും അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. മലയാളികളുടെ 80കളെയും 90കളെയും സംഗീത സാന്ദ്രമാക്കി വളരെയധികം ഗാനങ്ങൾ. ഇന്നും ആ ഗാനങ്ങൾ പരിലസിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമ്മാനിച്ച അദ്ദേഹം 2011 ഓഗസ്റ്റ് 18 ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെട്ടെന്ന് അല്ലേ നമ്മെ വിട്ട് പിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ മാറ്റിനി ഈ വെബിനാർ ഒരു നിമിഷം ആദരാഞ്ജലികൾ അർപ്പിക്കും. താങ്ക് യു. നമുക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലേക്ക് കടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മനോജ് സാറ് എന്തെങ്കിലും സംസാരിക്കും. അതിനുശേഷം നമ്മൾ പാട്ടുകൾ തുടങ്ങും. ജോസഫ് ജോൺ സാർ, നമസ്കാരം. സാറിൻ്റെ ഈ മ്യൂസിക് തെറാപ്പിയിൽ കൂടെ നമ്മുടെ ഈ സൺഡേകൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഏറ്റവും മനോഹരമാകുന്നത് സാറിൻ്റെ ഈ പരിപാടി കാണുമ്പോഴാണ്. എന്നെ സംബന്ധിച്ച് പേഴ്സണലായിട്ട് പാട്ട് ഇഷ്ടമാണ്. പാട്ടിൽ കൂടി നമുക്കൊക്കെ യാത്രയും ചെയ്യുന്ന ആൾക്കാരാണ്. സാറ് പാട്ടിനപ്പുറം പറയുന്ന ഈ കാര്യങ്ങൾ തിരിച്ചറിവുകളാണ് പ്രത്യേകിച്ച് എല്ലാവർക്കും. നമ്മുടെ മനസ്സിനെയും ബോഡിയെയും ശരീരത്തെയും ഒക്കെ അത് എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെ വളരെ സാറിൻ്റെ എല്ലാ തരത്തിലുള്ള പോയിന്റുകൾ എടുത്തുകൊണ്ട് വരുന്നത് വളരെ പ്രയോജനകരമാണ്. അപ്പോൾ അത് മ്യൂസിക്കിനെ കുറച്ചുകൂടെ നമുക്ക് ആത്മാവിലൂടെ സാറ് പറഞ്ഞ പോലെ അറിയാനും ഒക്കെ ഒരുപാട് സാധിക്കുന്നുണ്ട്. അത് വലിയ കാര്യമാണ്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും പല തരത്തിൽ ഇത് ഈ ഒരു ഡെപ്തിൽ പോയി ഇങ്ങനെ ഈ ലെവലിൽ ഇതൊരു എന്താണ് സാറേ ഒരു PhD ലെവലിനേക്കാളും മേലെയാണെന്നാണ് സാറിനെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നാറ്. താങ്ക് യു വെരി മച്ച് സാർ. അപ്പോൾ അത് ഇങ്ങനെ തുടരട്ടെ. നമുക്ക് അല്ല, അത് സാറിന്റെ ആദ്യം മ്യൂസിക് തെറാപ്പിയെ കുറിച്ച് പറയണമല്ലോ. അത് അത്രയേ ഉള്ളൂ. ജോൺസൺ മാഷിനെ കുറിച്ച് ഓൾമോസ്റ്റ് ഏതായാലും ജോസഫ് സാർ ഏതായാലും പറഞ്ഞു കഴിഞ്ഞു. സാറ് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഒരു പിന്നണി വാദ്യകല വയലിനിസ്റ്റ് ആയിരുന്നല്ലോ ജോൺസൺ മാഷ്. അപ്പോൾ അവിടെ നിന്നാണ് വയലിൻ, വോയിസ് ഓഫ് ട്രിച്ചുലി എന്നൊക്കെ തുടങ്ങി എല്ലാ ഇൻസ്ട്രുമെന്റുകളും വായിക്കുമായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിനെ വലിയൊരു മ്യൂസിക് ഡയറക്ടറാക്കി. അതിന് മുന്നേ സാറേ ഈ മ്യൂസിക് ഇൻഡസ്ട്രിയിലെ പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോഴേ ഈ മെയിൻ മ്യൂസിക് ഡയറക്ടറെ അസിസ്റ്റ് ചെയ്യുന്ന ഒരാൾ കൂടെ ഉണ്ട്. ശരിക്കും ഈ മ്യൂസിക് കണ്ടക്ട് ചെയ്യണം. നമ്മൾ സിനിമയിലൊക്കെ കണ്ടു കാണുമെങ്കിൽ മ്യൂസിക് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലൊക്കെ അത് കണ്ടക്ടർ ആയിരുന്നു ആദ്യം ജോൺസൺ മാഷ്. അപ്പോൾ ഈ അറേഞ്ചർ എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ ഇത് ഒരു മ്യൂസിക് ഡയറക്ടറെ അസിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ സംഗീത ഉപകരണങ്ങളുടെ അപാര ബോധവും ജ്ഞാനവും ആ ഇൻസ്ട്രുമെന്റ് എങ്ങനെ പ്ലേ ചെയ്യാമെന്ന് മറ്റുള്ളവർക്കൊക്കെ നൊട്ടേഷൻ എഴുതി കൊടുക്കണം. അപ്പം ജോൺസൺ മാഷ് ഏതാണ്ട് 1970 സാറ് പറഞ്ഞല്ലേ ഈ മദ്രാസിൽ പോയ മുതലേ തന്നെ നമ്മുടെ മലയാള സംഗീതത്തിൽ ജോൺസൺ മാഷിന്റെ സാന്നിധ്യമുണ്ട്. കാര്യം ദേവരാം മാസ്റ്ററുടെ അസിസ്റ്റന്റ് ആയിരുന്നു. അപ്പോൾ ദേവരാം മാസ്റ്റർ കമ്പോസ് ചെയ്ത എല്ലാ പാട്ടിലും ഇദ്ദേഹമാണ് അത് അതിൻ്റെ അറേഞ്ച്മെന്റ്, മ്യൂസിക്കൽ അറേഞ്ച്മെന്റും കണ്ടക്റ്റും ഒക്കെ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് പിന്നെ നമ്മുടെ പത്മരാജനും
ഭരതനും ഒക്കെ. അപ്പം സംഗീതത്തെക്കുറിച്ചുള്ള അറിവ് അപാരമാണ്. അദ്ദേഹത്തിന് എല്ലാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിക്കാൻ അറിയാവുന്നതുകൊണ്ടാണ്. നമ്മൾ പാട്ടുകൾ കേട്ടാലേ അത് ചേർന്ന മ്യൂസിക് ജോൺസൺ മാഷ് കൊടുക്കുക, ഒരു അലങ്കോലം ഉണ്ടാവില്ല. അത്ര മിതമായ മ്യൂസിക്കാണ്. അതാണ് വേറൊരു വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് അതൊക്കെ. സോറി, പേഴ്സണൽ എക്സ്പീരിയൻസുകൾ വല്ലതും ഉണ്ടോ? പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ഇല്ല എനിക്ക്. ഞാൻ ജോൺസൺ മാഷെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ജോൺസൺ മാഷിന്റെ റെക്കോർഡിങ്ങിലൊക്കെ പോയിട്ട് അവരൊക്കെ വന്ന് പറഞ്ഞ വിവരങ്ങൾ അറിയാം. അപ്പം അങ്ങനെയാണ് ജോൺസൺ മാഷ് ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റുകളോടൊക്കെയും പറഞ്ഞാൽ വലിയ പുള്ളിയുടെ സ്ഥിരം തൃശ്ശൂർ നിന്നൊക്കെ തന്നെ ഉള്ള ഒരുപാട് പേരെ പുള്ളി മദ്രാസിലൊക്കെ കൊണ്ട് പുള്ളിയുടെ കൂടെ സ്ഥിരം വായിച്ചിട്ട് അങ്ങനെ ഒരുപാട് ഉയർന്ന നിലയിൽ വന്ന കലാകാരന്മാരെ എനിക്കറിയാം. അത് ജോൺസൺ മാഷ് അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലൂടെ ജോൺസൺ മാഷിനെ ഒന്ന് സ്മരിക്കാനും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് സാറും പറഞ്ഞ് അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ അറിയാനും സാധിച്ചത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ജോൺസൺ മാഷെ അനുസ്മരിക്കാനും പറ്റിയത് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. ജോൺസൺ താങ്ക് യു. താങ്ക് യു സർ. സർ പ്ലീസ് പാട്ടിലേക്ക് കിടക്കാം. സാറേ, ഇന്ന് ഞാൻ പാട്ട് നടക്കുന്നതിന് 1 മിനിറ്റ് മുമ്പ് ഞാൻ ഒരു ചെറിയ വീഡിയോയുടെ കാണിക്കാം. ഒരു കുഞ്ഞ് പാട്ടുകാരനെന്ന് പരിചയപ്പെടുത്തുകയാണ്. 1 മിനിറ്റ്. പരിചയപ്പെടുത്താനൊന്നുമില്ല, പുള്ളി ഭയങ്കര ഫേമസ് ആണ്. എങ്കിലും ഞാൻ ഒത്തിരി അവന്റെ പാട്ടുകൾ കേട്ടിരുന്നു. ഓക്കെ, ഈ കക്ഷിനെ അറിയോ? പിന്നെ നമ്മുടെ ആവിർഭാവമല്ലേ സാറേ? വേറൊരു ലെവലിലായി സാറേ ഈ പയ്യനൊക്കെ. ഇതിന്റെ സിസ്റ്ററും പാടുമായിരുന്നു സാറേ. ഇതിന്റെ സിസ്റ്ററും പാട്ടുകാരിയായിരുന്നു. കുട്ടിയാണ് ഇവനെ പാട്ടൊക്കെ പഠിപ്പിക്കുന്നതെന്നാ പറയുന്നത്. നല്ലോണം പാടും. ഹിന്ദിയിൽ ചെന്നതിന് ശേഷമാണ് അവൻ ഇത്രയും അവന്റെ പൊട്ടൻഷ്യൽ മുഴുവൻ. വിന്നറാണ് പുള്ളി. അതെ, ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ ആഴ്ചയിലായിരുന്നല്ലോ ഇതിന്റെ ഫൈനലിൽ നടന്നത്. 2 പേർക്കായിട്ട് കിട്ടി. അതിൽ ഒരാളാണ് അബ്ദുൾ റഹീം സാർ ചോദിച്ചില്ലേ എങ്ങനെയാ ആത്മാവിലേക്ക് ഇതിനെ കേട്ടുന്നത്. അപ്പൊ ഞാൻ അത് പറഞ്ഞപ്പോ ഞാൻ ഇവന്റെ പാട്ടാണ് ഞാൻ ഓർത്തത്. ഹിന്ദി വശയില്ല, ഇംഗ്ലീഷ് അറിയത്തില്ല, പക്ഷെ മനോഹരമായി ചിരിച്ച് നല്ല സുന്ദരമായിട്ട് അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പുള്ളിക്ക് അറിയാം. ഇങ്ങനെയാണ് ആത്മാവിലേക്ക് അത് കേട്ടുന്നതെന്ന് ഞാൻ എക്സാമ്പിൾ ആണ് അല്ലേ? ജോസഫ് ജോൺ സാറേ, ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ജോൺസൺ മാഷ് ഇപ്പോഴത്തെ ഈ ടാലന്റ് ഷോകളിലൊക്കെ സാറേ ഈ പങ്കെടുക്കുന്ന കുട്ടികള് എത്ര പാട്ടാണ് സാറേ അവർ ബൈഹാർട്ടായിട്ടാണ് അതെല്ലാം പാടുന്ന സ്റ്റേജില്. അപ്പൊ ഇത്രയും പാട്ടുകള് ബൈഹാർട്ടായതിന്റെ വരികള്, അത് കൂടാതെ അതിന്റെ ഓർക്കസ്ട്ര എവിടെ തുടങ്ങുന്നു നിർത്തുന്നതൊക്കെ മനസ്സിൽ ഓർത്തിരിക്കണമല്ലോ സാർ. അപ്പൊ സാറ് പറഞ്ഞ അവരുടെയൊക്കെ ആ ബ്രെയിനിന്റെ പവറോ ബ്രെയിനിന്റെ ഫ്രീക്വൻസിയോ ഒക്കെ സാറേ അപാരമായിരിക്കും. അതുകൊണ്ടാണ് ഇത്രയും ഓർത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് ചില്ലറ കാര്യമല്ല സാർ. ഇത്രയും പാട്ട് അതിന്റെ ലൈൻസ് ഓർത്തിരുന്ന് പാടി സ്റ്റേജിൽ പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ് സാർ. അപ്പൊ ഈ ആവിർഭാവിനെ കണ്ടപ്പോഴാണ് എനിക്കിതൊന്ന് പറയാൻ തോന്നിയത് സാർ. താങ്ക് യു. അത് തന്നെയല്ലേ, ഇപ്പൊ അവന് മലയാളത്തിൽ 1 പാട്ടോ 2 പാട്ടോ പാടാൻ അറിയത്തുള്ളൂ. ബാക്കി മുഴുവൻ ഹിന്ദി പാട്ട് മാത്രമേ പുള്ളി മനസ്സിലുള്ളൂ. മലയാളം 1 2 മലയാളം പാട്ടുകൾ മാത്രമേ പുള്ളി പാടത്തുള്ളൂ. പാട്ടില് ഭാഷ എന്നൊരു വിഷയമല്ല എന്നുള്ളത് അവിടെയാണ് ഈ ശരിക്കും ഇത് ആത്മാവിൽ കൃത്യമായിട്ട് സൂക്ഷിക്കുന്നത്. അതെ, റൂമിയാണ് പറഞ്ഞത് ആത്മാവിന്റെ ഭാഷയാണ് സംഗീതവും. ആത്മാവിന്റെ ഭാഷയാണ്. ഇത് മലയാളം അറിയാവുന്നവർക്ക് മലയാളം പാട്ട് ഓക്കെ, പക്ഷെ ഇത് ഹിന്ദിയിലാണ് പുള്ളി പാടുന്നത്. അസാധ്യമായ പാടും. അപ്പൊ നമുക്ക് നമ്മളുടെ ജോൺസൺ മാഷിന്റെ പാട്ടുകളിലേക്ക് വരാം. ഇന്ന് പാട്ട് പാടാൻ ഒത്തിരി പേരുണ്ടെങ്കിൽ റെഡി ആയിക്കോളൂ. ഏകദേശം 27 പാട്ടുകൾ ഞാൻ ഇതിന്റെ അത് റെഡിയാക്കി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ പ്രസക്തമായ പല്ലവിയും അനുപല്ലവിയും മാത്രം മതിയാക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പോകാം. എല്ലാം പാടാവുന്ന പാട്ടുകൾ, അതുകൊണ്ട് ഒരു പല്ലവി അനുപല്ലവിയും പാടിയാൽ മതി. ഓക്കെ, സ്റ്റാർട്ട്. തുടങ്ങിക്കഴിഞ്ഞ് സമയം കളയണ്ട. യെസ്.
സ്വർണ്ണമുഖി ആരാണ് പാടുന്നത് ആദ്യം? ഇവിടെ പാട്ട് മത്സരമൊന്നുമില്ല, വേറെ താളവും നോക്കത്തില്ല, പാടിക്കോളൂ. അറിയാവുന്നവർ പാടിയാൽ മതി. പാടിക്കോളൂ. അറിയാവുന്നത് പോലെ പാടാം. സ്വർണ്ണമുഖിലേ ലക്ഷ്മിമാരൻ പാടിക്കോളൂ. ആ ശരി. പാടിക്കോ രമാവതി ഓക്കെ. പാടിക്കോളൂ. ആരെങ്കിലും പാടിക്കോളൂ. കുഴപ്പമില്ല സാറേ, അവര് പാടിക്കോട്ടെ. ഓക്കെ. അതാണ് സംഗീതത്തിന്റെ സ്പിരിറ്റ്. പാടിക്കോളൂ. ആരോടാണോ? പാടിക്കോ, ലിസിമാറും പാടിക്കോളൂ. ലിസി ടീച്ചർ അത് പാടി. എന്നോടാണോ പറഞ്ഞത്? ഞാൻ ഹായ് പറഞ്ഞതാണ് കേട്ടോ. ആണോ? ഞാൻ ഹായ് പറഞ്ഞതാണ്. വേറൊരാള് തുടങ്ങിയായിരുന്നു, പക്ഷെ നമ്മൾ അങ്ങനെയാണ് വിട്ടുകൊടുക്കും. അതാണ്. അല്ലല്ല, ഹായ് പറഞ്ഞതാണ്. മറ്റേ പാടിക്കട്ടെ. ഞാൻ വെളിയില. രമാവതി മാം പാടിക്കോളൂ. രമാവതി വേണം പാടിക്കോളൂ. കൺഫ്യൂഷൻ. സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ നീയും? സ്വപ്നം കാണാറുണ്ടോ? കണ്ണുനീർക്കുടം തലയിലേന്തി വിണ്ണിൻ വീതിയിൽ നടക്കുമ്പോൾ സ്വർണ്ണ ചിറകുകൾ ചുരുക്കിയൊതുക്കി വസന്തരാത്രി മയങ്ങുമ്പോൾ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ? വർഷസന്ധ്യ വർഷസന്ധ്യാമാരിവില്ലിൻ വരണമാല്യം തീർക്കുമ്പോൾ മൂകവേദന എന്നെ പോലെ സ്വർണ്ണമുഖിലേ പോയി സാറേ. താങ്ക് യു. ഓക്കെ, അടുത്ത പാട്ട് ചന്ദനച്ചോലയിൽ. സ്വപ്നം കാണാറുണ്ടോ? ചന്ദനച്ചോലയിൽ പാടുന്നത് പാടിക്കോളൂ. ആരെങ്കിലും പാടിക്കോളൂ. സമയം ജോസ് സാർ സ്റ്റാർട്ട് ചെയ്തോളൂ, കുഴപ്പമില്ല. റെഡി? ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടിയൻ ഇളമാക്കിടാവേ ഉറക്കമായോ? വൃശ്ചികരാത്രി തൻ പിച്ചക പന്തലിൽ ശാലീന പൗർണമി ഉറങ്ങിയോ? പൂന്തന്നലെ നിന്നിലെ ശ്രീസുഗന്ധം എന്നോമലാളിനെന്നു നീ നൽകിയോ? പൂന്തന്നലെ നിന്നിലെ ശ്രീസുഗന്ധം എന്നോമലാളിനെന്നു നീ നൽകിയോ? ഏകാകിനി അവൾ വാതിൽ തുറന്നു, എന്തെങ്കിലും പറഞ്ഞു? എന്നാത്മനൊമ്പരങ്ങൾ നീ ചൊല്ലിയോ? ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടിയൻ ഇളമാൻ കിടാവേ ഉറക്കമായോ? യെസ്, താങ്ക് യു. ഇത്രയൊക്കെ ഉള്ളു. ആരും മടിച്ചു നിൽക്കണ്ട, പാടിക്കൊള്ളൂ. മത്സരമല്ല. ഈ പാട്ട് ഞാൻ കേട്ടിട്ടില്ല. അറിയാവുന്ന പാട്ട് പാടിയാ മതി കേട്ടോ. ആടിവാക്കാറ്റെ പാടാം. ആടിവാക്കാറ്റെ അതുണ്ടോ? അല്ലെങ്കിൽ ഞാൻ പാടാം. തരാം. ലിറിക്സ് ഉണ്ട്. ആടിവാക്കാറ്റെ പാടിവാക്കാറ്റെ ആയിരം പൂക്കൾ നുള്ളിവാ, അന്തിപ്പൂമാനം
പൊന്നൂഞ്ഞാലാട്ടും മന്ദാര പൂക്കൾ നുള്ളിവാ, കാണാത്തിരിമുറിവുകളിൽ തൂകും കുളിരമൃതായി, തിരിമുറിവുകളിൽ തൂകും കുളിരമൃതായി, കരളിൽ നിറയും കളരവമായി പൂങ്കാറ്റേ ലാലാലാ. പാടിവാ കാറ്റേ പാടിവാ കാറ്റേ, ആയിരം പൂക്കൾ നുള്ളിവാ, ചെല്ലക്കുറിഞ്ഞി പൂത്തു ഇല്ലിക്കാടും പൂവിട്ടു, ആയിരം വർണ്ണജാലം ആടി പാടും വേളയിൽ, ആരോ പാടും താരാട്ടിൻ ഈണം ഏറ്റുപാടും സ്നേഹദേവദൂതികേ വരൂ നീ വരൂ. ആടിവാ കാറ്റേ പാടിവാ കാറ്റേ, ആയിരം പൂക്കൾ നുള്ളിവാ. താങ്ക് യു സർ. താങ്ക് യു. അടുത്ത പാട്ട് ഞാൻ പാട്ടുകളൊക്കെ ഒന്ന് കാണിക്കാൻ വേണമെങ്കിൽ മോഹം കൊണ്ട് ഞാൻ ദൂരെ ഏതോ, പിന്നെ അടുത്ത പാട്ട് അനുരാഗിണീത, പിന്നെ അടുത്തത് പവിഴം പോൽ പവിഴാധാരം പോൽ, അടുത്തത് മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊന്നൊതുക്കി, കുന്നിമണിച്ചെപ്പ് തുറന്ന്, പിന്നെ ദൂരെ ദൂരെ സാഗരം തേടി, പിന്നെ കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി, മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ, താനേ പൂവിട്ട മോഹം, ദേവാങ്കണങ്ങൾ താരകം, പീലിക്കണ്ടെഴുതി അഴകിൽ നിന്നവളെ, തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി, മധുരം ജീവാമൃത ബിന്ദു, രാജഹംസമേ, മനസ്സിൻ മടിയിലെ മാന്തളിരിൽ, വിശ്വം കാക്കുന്ന നാഥ. എനിക്ക് തോന്നുന്നു ജോഷി സാർ ഇതൊക്കെ പാടാൻ പറ്റുമായിരിക്കും. എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ. ഓക്കെ, പിന്നെ ഇതിന്റെ മുകളിൽ കുറച്ചുണ്ട്. ഏകദേശം ഇങ്ങനെയൊക്കെയാണ് പാട്ടുകൾ. എന്റെ മൺവീണയിലിടാവോ സാറേ? എന്റെ മൺവീണയിൽ കണ്ടായിരുന്നോ? അപ്പൊ ഇത് കണ്ടില്ല എന്റെ മൺവീണയിൽ. അത് ഇത് കഴിയട്ടെ, എന്നിട്ട് ഞാൻ ഇട്ടുതരാം കേട്ടോ. ഇതൊന്ന് തീർത്തോട്ടെ, പറഞ്ഞാ മതി അവസാനം. ഇതറിയോ? ഏതോ ജന്മകൽപ്പനയിൽ, ഏതോ ജന്മകൽപ്പനയിൽ, ഏതോ ജന്മവേദികളിൽ. ആർക്കെങ്കിലും കണ്ടി പാടാമോ? ഓക്കെ, പാടുന്നില്ലെങ്കിൽ ഞാൻ മാറ്റും. പിന്നെ പൊന്നൊരുക്കും പൂക്കാലം, ജോൺസൺ മാഷിന്റെ, ONV കുറുപ്പിന്റെ, എസ് ജാനകി, കൂടെവിടെ. പൊന്നൊരുക്കും പൂക്കാലം നിന്നെ കാണാൻ വന്നു. ആരെങ്കിലും പാടുന്നുണ്ടോ? കളിരാട കാണിക്കയായി തന്നു, കൂടേറാ പ്രാവെല്ലാം പാറി പോകേ, പൊന്നൊരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു, പൊന്നാട കളിരാട കാണിക്കയായി തന്നു. സാറേ അത്രയും മതി. അടുത്തിട്ടോളൂ. മോഹം കൊണ്ട് ഞാൻ. മോഹം കൊണ്ടു ഞാൻ. ആർക്കെങ്കിലും? ടീച്ചർ പോയോ? ലിസി ടീച്ചർ പോയോ? പാടിയതാണോ? പാടിയതല്ല, പാടിക്കോളൂ. അനുരാഗിണി. അനുരാഗിണി ആർക്ക് വേണമെങ്കിൽ പാടാം. പാടികൾ തന്നെ പാടണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വേണ്ടാണ്ടിരിക്കും. എല്ലാം നല്ല. ഏതായിരുന്നു പാട്ട്? ഏതാ പാടാം, ഇത് പാടാം. പാടിക്കോളൂ. ഓക്കെ, ഇത് പാടുമോ? പവിഴം പോൽ പവിഴാധാരം പോൽ, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളുടെ ഒരു പാട്ടാ. ജോൺസൺ മാഷോ. ഓക്കെ,
ഞാൻ ഇട്ടോളാം. നോക്ക്. ശ്രീകുമാരി, ഓമന അവരൊക്കെ ഉണ്ടല്ലോ. അറിയാവുന്ന പാട്ടല്ലേ പാടാൻ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊന്നൊതുക്കി. എനിക്ക് തോന്നുന്നു ശുദ്ധോധനൻ ഡോക്ടറിനൊക്കെ പാടാൻ കേട്ടോ. മനോജ് സാർ ഉണ്ട്, മേരി മാം ഉണ്ട്, ഓമന മാം ഉണ്ട്, ഷൈജു ഉണ്ട്, ശ്രീകുമാരി മാം ഉണ്ട്, ജോർജ് സാറിന് ഞാൻ ഒരെണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതും പാടുന്നില്ല ആരും. അടുത്ത മെല്ലെ മെല്ലെ പാടാൻ സാറേ. മെല്ലെ മെല്ലെ. ഓക്കെ. മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. താങ്ക് യു സാർ. അതിന്റെ അടുത്ത ഞാൻ പാടാലോ. അടുത്ത പാടും സാറേ. ഇടയന്റെ ഹൃദയത്തിൽ അതെടുത്ത സാറേ. തീർത്തഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു ആയർപ്പൻ കിടാവേ നിൻ പാൽക്കുടം തുളുമ്പിയതായിരം തുമ്പപ്പൂവായി വിരിഞ്ഞു ആയിരം തുമ്പപ്പൂവായി വിരിഞ്ഞു മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. താങ്ക് യു. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എന്തേ ഉള്ളോർ കുടം പോലെ തേങ്ങി കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി ആയിരം കൈ നീട്ടി നിന്നു സൂര്യതാപമത്താതിന്റെ ശോകം വിടചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു കനിവേകുമീവൻ മഴനീർക്കിനാവായി മറഞ്ഞു ദൂരെ ഉള്ളോ കുടം കേണുറങ്ങി കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ
എന്തേ ഉള്ളോർ കുളം പോലെ താങ്ക് യു സാർ, മനോഹരം. താങ്ക് യു. കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി 1000 കൈ നീട്ടി നിന്നു സൂര്യതാപമായി താതന്റെ ലോശോകം വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു കനിവേകുമീവൺ മേഘവും മഴ നീർക്കിനാവായി മറഞ്ഞു ദൂരെ മഴ നീർക്കിനാവായി മറഞ്ഞു പുള്ളോർ കുടം കേണുറങ്ങി. താങ്ക് യു. ഓക്കെ, മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യ കല്ലുണ്ടോ, സസ്നേഹത്തിലെ പാട്ടാണ്. ജോൺസൺ മാഷിന്റെയും PK ഗോപിയുടെയും ചേർന്നത്. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതി, പൊന്നും തേനും വയമ്പുമുണ്ടോ, വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളില്ലാമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതി. തഴുകുന്ന കാറ്റിൽ താരാട്ടുപാട്ടിൻ വാത്സല്യം പാടിയേകും നാവേറ്റുപാട്ടിൻ നൈർമല്യം തളിരിട്ട താഴ്വരകൾ താലമേന്തവേ തണുവണി കൈകളുള്ള ആർദ്രമാക്കവേ മുകുളങ്ങളിതളണിയേ കിരണമാം കതിരണിയേ ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാൻമതി. ഓക്കെ, അടുത്തത് താനേ പൂവിട്ട പൂ. നമ്മള് ജോൺസൺ മാഷിനെ ഓർക്കാണ്, നമ്മൾ പാട്ടുകാരോ ഒന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് മൂളിപ്പാടാം നിങ്ങളുടേതാവുന്ന രീതിയിൽ. താനേ പൂവിട്ട മോഹം ആരാ പാടുന്നേ? ആരെങ്കിലും? എനിബഡി എൽസ്? ജോസഫ് സാർ. മോഹം മോഹം വിതുമ്പും നേരം പാടുന്നു സ്നേഹവീണയിൽ ഒരു സാന്ദ്ര സംഗമഗാനം ശാന്തനൊമ്പരമായി. ഓമൽ കിനാവുകളെല്ലാം കാലം നുള്ളിയെറിഞ്ഞപ്പോ ദൂരെ നിശ്വാസം. സാറേ കേൾക്കുന്നില്ല. ഓമൽ കിനാവുകളെല്ലാം കാലം നുള്ളിയെറിഞ്ഞപ്പോ ദൂരെ നിന്നും തെന്നൽ ഒരു ശോക നിശ്വാസമാ ചൂടുന്ന ചില്ലയിലെ രാക്കിളി പാടാത്ത യാമങ്ങളിൽ ആരോ വന്ന കാതിൽ ചൊല്ലി താനേ പൂവിട്ട മോഹം
ലോകം വിതുമ്പുന്നേരം പാടുന്നു സ്നേഹവീണയിൽ ഒരു സാന്ദ്ര സംഗമ ഗാനം സാന്ദ്ര നൊമ്പരമായി. പാട്ടുകളിലൊക്കെ ഒരു നൊമ്പരം കിടപ്പുണ്ട് അല്ലേ? മിക്കവാറും എല്ലാ പാട്ടുകളിലും ഒരു എല്ലാം വളരെ പുതിയ ഒരാള് ഗാനങ്ങളാ ജോൺസൺ സാറിന്റെ. ആ ദേവാങ്കണങ്ങളുടെ പാട്ട് ഇത് ഇച്ചിരി കാര്യമായിട്ട് പാടേണ്ടതാണ്. ആർക്കെങ്കിലും പാടാമെങ്കിൽ പാടും. ദേവാങ്കണങ്ങൾ. യെസ്, പഠിക്കോളൂ ശ്രീപ്രിയ. കിട്ടും അറിയില്ല, ആദ്യമായിട്ട് പാടുക. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാ അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃതഗണമായി സഖി ധന്യനാ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി. വളരെ സിമ്പിൾ ആയിട്ടൊരു പാട്ടാണ്. അടുത്ത ആരെ പാടാത്തവരൊന്ന് പാടിക്കേ. ഒമന മാം ഉണ്ട്, ശ്രീകുമാരി മാം, ദെൻ സ്നേഹലത മാം. പാടി നോക്കൂ. പീലി കണ്ണെഴുതി അഴകിൽ നിന്നവളെ ചുംബന മലരുമായി കനവിൽ വന്നവളെ. പീലി കണ്ണെഴുതി അഴകിൽ നിന്നവളെ ചുംബന മലരുമായി കനവിൽ വന്നവളെ നിൻമൊഴിയോ കുളിർമഴ കുളിരഴകോ സ്നേഹവസന്തമാർന്ന നിൻ പൂ മനമോ എന്നിൽ ഇന്നൊരാർദ്രഗാനമായി. പീലി കണ്ണെഴുതി അഴകിൽ നിന്നവളെ ചുംബന മലരുമായി കനവിൽ വന്നവളെ അരികെ വരാൻ. അത് മതി മാം, അത് മതി. ഓക്കെ. തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി. ഇച്ചോടെ എളുപ്പമുള്ള പാട്ടാ. തൂമഞ്ഞിൻ. എല്ലാവരും ട്രൈ ചെയ്തു. പുതിയ ജസ്റ്റ് 2 വരി 3 വരി 4 വരി ഒക്കെ ആകാം. നമ്മള് ജോൺസൺ മാഷിനെ ഓർക്കാൻ വേണ്ടിയല്ലേ. യെസ്, പഠിക്കൂ. പഠിക്കൂ. തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ് തേനൂലും സാന്ത്വനമായി ആലോലം കാറ്റ് സന്ധ്യാരാഗവും തീരവും വേർപിരിയും വേളയിൽ എന്തിനെന്നും വന്നു നീ പൂന്തിങ്കളും തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ് പൂത്തു കടമ്പിലെ പുഞ്ചിരി പൂമൊട്ടുകൾ ആരാമ പന്തലിൽ വീണുപോയെന്നോ മധുരമില്ലാതെ നെയ്ത്തിരിനാളമില്ലാതെ സ്വർണ്ണമാനുകളും പാടും കിളിയില്ലാതെ ഞാനിന്നേകനാന്തിന് മുന്നിൽ വന്നു പനിനീർമണം തൂകുമിൻ തിങ്കളേ. അടുത്ത പാട്ട് രാജഹംസമേ. സ്നേഹലത മാഡം ഉണ്ടല്ലോ. വേറെ പാട്ട് പറഞ്ഞിരുന്നു, ഇട്ട് കൊടുക്കാം. രാജഹംസം പാടണം. പഠിക്കോളൂ. പഠിക്കും.
മോദിമാടൻ പാടും. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമാ വരുമോ സാഗരങ്ങളെ മറുവാക്കു ചൊല്ലുമോ എവിടെ എൻ്റെ സ്നേഹഗായകൻ ഓ രാജഹംസമേ ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നമ്പരം നിറമിഴിയോടെ കണ്ടവോ തോഴൻ ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നമ്പരം നിറമിഴിയോടെ കണ്ടുവോ എൻ്റെ ആത്മരാഗം കേട്ടു നിന്നു വരുമെന്നൊരു കുറിമാനം തന്നുവോ നാഥൻ വരുമോ പറയൂ രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമാ വരുമോ. ഓക്കെ, താങ്ക് യു. അടുത്തത് വാനത്തെ വെള്ളിത്തേര്, എസ് ചിത്രയുടെ പാട്ടാണ്. ഷുബു ചക്രവർത്തിയുടെ വരികൾ, മനസ്സിൻ മടിയിലെ മാന്തടലി. വളരെ സിമ്പിൾ ഒരു പാട്ട്. ഇത് പാടി നോക്കി ആരെങ്കിലും? ശ്രീകുമാരി മാം, സ്നേഹലത മാം വരുന്നുണ്ടോ? ഇതുവരെ ഇത് പാടിയിട്ടില്ല സാർ. വേറെ ആരെങ്കിലും മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കൂരുന്നേ കനവായി മിഴികളെ തഴുകാം ഞാൻ ഉറങ്ങൂ നീ ഉറങ്ങൂ. മനസ്സിൻ പകലൊളി മായുമ്പോൾ കുളിരല മൂടുമ്പോൾ ഇരുളു വീഴും വഴിയിൽ നീ തനിയെ പോകുമ്പോൾ വിങ്ങുമീ രാത്രിതൻ നൊമ്പരം മാറ്റുവാൻ അങ്ങകലെ നിന്നു മിന്നും നീ പുണർന്നൊരീ താരകം മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കൂരുന്നേ. കനവായി മിഴികളെ തഴുകാം ഞാൻ ഉറങ്ങൂ നീ ഉറങ്ങൂ. ഓക്കെ, അടുത്തത് വിശ്വം കാക്കുന്ന നാഥ. ആർക്കാ പാടാന്ന്? മറ്റേ ജോർജ് സാറ് കേട്ടിട്ടുണ്ടോ പാട്ട്? ജോഷി സാറ്, ശ്രീകുമാരി മാം പാടാവോ? പഠിക്കൂ. വിശ്വം കാക്കുന്ന നാഥ വിശ്വൈകനായക ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ നിന്നാത്മചൈതന്യം നിറയ്ക്കൂ ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന നാഥ ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരയുമ്പോൾ ആരുമില്ലാത്തവർക്കഭയം നൽകും കാരുണ്യം എന്നിൽ ചൊരിയേണമേ കാരുണ്യം എന്നിൽ ചൊരിയേണമേ. വിശ്വം കാക്കുന്ന നാഥ വിശ്വൈകനായക. ഓക്കെ, താങ്ക് യു. അടുത്തത് എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ.
എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ല. ആരാ പറയാ? ജോസഫ് സാർ ഉണ്ടോ? ഉണ്ട്. 4 വരിയേ അറിയത്തുള്ളൂ. 4 വരിയേ പാടാവുള്ളൂ. എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ, എന്നാദ്ര നയനങ്ങൾ തുടച്ചില്ലല്ലോ, എന്നാത്മവിഭജിക തന്ത്രികൾ വീട്ടിയ സ്പന്ദന ഗാനമൊന്നും കേട്ടില്ലല്ലോ, എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ. ബാക്കി ആരെങ്കിലും പാടിക്കോളൂ. ശ്രീ പ്രിയാജി അറിയാവോ? ഓക്കെ, അറിയാമെങ്കിൽ പാടൂ. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഒരു പാട്ടിലേക്ക് പോവാം. അടുത്ത പാട്ട് ആർക്കാണ്? ജോർജ് സാറേ. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. കാള തന്റെ ഉടയവനെ മാറ്റിക്കളഞ്ഞിട്ട്, കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നല്ലോ, എൻ ജനം അറിയുന്നില്ല. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു സാർ. സാറിന് വേണ്ടി പ്രത്യേകം വെച്ചിരുന്നേ. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു 2 വരി ഏത് പാട്ട് പറഞ്ഞാലും ഞാൻ ഇട്ടുതരാം. മനോജ് സാർ ഏതൊരു പാട്ട് പറയും? പാട്ടുകാർ ഒരുപാടുള്ള കാരണം ഞാൻ എല്ലാരെയും നമ്മളെ ഓർക്കാൻ വേണ്ടിയില്ല, ഏതെങ്കിലും ആ പാട്ട്. ഒരു പാട്ടാണെങ്കിൽ ഞാൻ പാടട്ടെ, ഒരു വരി പാട്ട്. ശരി. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നെഞ്ചിരിയിലലിയുന്നൻ ജീവരാഗം, നീലവാനിലലിയുന്നു ദാഹമേഘം, നിൻമിഴിയിലലിയുന്നൻ ജീവമേഘം, താരകയോ നീലത്താമരയോ നിൻ താരണി കണ്ണിൽ കതിർ ചോരിയും, വർണ്ണമോഹമോ പോയ ജന്മ പുണ്യമോ, നിൻ മാനസത്തിൽ പ്രേമമധു പകർന്നു, മാധവമോ നവഹേമന്തമോ നെന്മണിക്കവിൾ മലരായി വിടർത്തിയെങ്കിൽ, തങ്കച്ചിൽ ചിപ്പിയിൽ നിന്റെ തേനല ചുണ്ടിൽ ഒരു സംഗീത ബിന്ദുവായി ഞാനുണർന്നുവെങ്കിൽ, ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നെഞ്ചിരിയിലലിയും ജീവരാഗം. താങ്ക് യു. മനോഹരം. ഓമനമാ പാടിക്കോ. പാട്ട് പാടാം സാർ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്ത നാൾ മധു തേടിപ്പോയി, നീളെ താഴെ
തളിരാർന്ന പൂവനങ്ങൾ. കണ്ണിൽ കാണും ദാഹം ഭാവജാലം പിരിനീറി, വർണ്ണങ്ങളാൽ മേലെ കതിർമാല കൈകൾ നീട്ടി. സ്വർണത്തേരേറി ഞാൻ തങ്കൾ പോലെ, ദൂരെ ആകാശ നക്ഷത്ര പൂക്കൾ തേരോട്ടം. ആ മണ്ണിൽ പൂക്കും രാഗഭാവം താലമേന്തി തുമ്പികളായി പാറി. താങ്ക് യു സാറേ. അത് ശരിക്കും പഠിച്ചിട്ടൊന്നുമില്ല, എന്നാലും വെറുതെ ഒന്ന് നോക്കിയതാണ്. കൊച്ചുമോളോട് പാടാൻ പറ. കൊച്ചുമോള് ഒരു പാട്ട് പാടാം. ബേസിക് എന്ന് പറയുന്നത് മ്യൂസിക് കൊച്ചുമോളുണ്ട്, തെറാപ്പി. ഒരു പാട്ട് പാടണം അവർക്ക്. ചെറിയ മോള് പാടാൻ പറ. എങ്ങനെയെങ്കിലും പാടുക എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ. ഞാൻ എപ്പോഴും പറയും എന്നോട്, ഒരു പാട്ട് ഞാൻ പാട്ടെ അമ്മമ്മേന്ന്. എല്ലാ ഞായറാഴ്ചയും വന്ന് പാട്ട് പാടാൻ പറ. പാടിക്കും. മോളുടെ പേര് പറ. പേര് പറ. ഇത് പറ മോളെ. പാടിക്കോ. ഹിത പാടുക. ഉദയമേനി അറിയുമോ ഇരുളേറുമേ തീരവുമേ ഇരുളു തന്നതു വീശണവരോ പൊരുളുമറിയാതാശ തരുമോ പറവയായി ചിറകുമേകി തിരികെ വാങ്ങി നീയെ തൂവലുമുടരുമവരി ഇന്ദ്രജാലം തളരുമുയിരിൻ മന്ത്രമായി ഒരേ പ്രഭകിരണമേ കൈവിടുകയാണോ നീ അറിവേ അറിവേ പൊഴിയുന്നിതൾ പാരാനവം തരണേ കനിവേ നിൻ സ്വാതുരങ്ങൾ നൽകണേ പരണേ നരണേ ഉടൻ മനം നൂൽ ചേർക്കണേ നിറയും നിറവേ. ഓ അടിപൊളി. നമുക്ക് എല്ലാവർക്കും ഒരു ഹൃദയം കൊടുത്ത് അവളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാം. ഒരു പാട്ടും കൂടെ റെഡിയാക്കി വെച്ചു കേട്ടോ. ഒരു പാട്ടും കൂടെ റെഡിയാക്കി വെച്ചു. പാടാവേ. ഈ സ്നേഹലതമാ പാടി കഴിഞ്ഞിട്ട് ഒരു പാട്ടും കൂടെ പാടണം. റെഡിയാക്കി വെച്ചു കേട്ടോ. ഇപ്പൊ തിരിച്ചു വരാം. സ്നേഹലതമാ ഇപ്പൊ തന്നെ. ഏതാ പാടുന്നേ? ശരിയാ, കുറച്ച് എഴുതാമേ. പാടിക്കോ. എന്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു, പാടാൻ മറന്നൊരു പാട്ടിലെ തേൻകണം പാറിപ്പറന്നു വന്നു. എന്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു, പാടാൻ മറന്നൊരു പാട്ടിലെ തേൻകണം പാറിപ്പറന്നു വന്നു. പൊന്തോവലെല്ലാം ഒതുക്കി ഒരു നൊമ്പരം നെഞ്ചിൽ പിടഞ്ഞു, സ്നേഹം തഴുകി തഴുകി ഉറക്കിയ മോഹത്തിൻ പൂക്കളുലഞ്ഞു. എന്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു. താങ്ക് യു സാർ. വെരി ഗുഡ് മാം. താങ്ക് യു. ഇനി ആരാ പാടുന്നത്? മനോജ് സാർ. നന്നായിട്ട് പാടി. മനോജ് സാർ. 8:40 ടൈം. മോള് പാടട്ടെ സാർ. അപ്പോഴത്തേക്ക് ഞാൻ പാട്ട് സെലക്ട് ചെയ്യാം. മോള് റെഡിയായി വരട്ടെ. സാർ പാടും. അല്ല സാർ, ആ ലിസ്റ്റ് ഇട്ട് എനിക്ക് പാട്ടിന്റെ വരികൾ അറിയത്തില്ല. അതാണ് സാർ ആ ലിസ്റ്റ് ഒന്ന് കാണിച്ച ഏതെങ്കിലും ജോസഫ് ജോൺ സാർ പറഞ്ഞ വരികൾ ഓർക്കണം. അതാണ് നമ്മുടെ പ്രശ്നം. അറിയാവുന്ന പാട്ട് സ്വർണ്ണമുഖിലൊക്കെ പാടിയില്ലേ മുമ്പേ സാറ്? ചന്ദനച്ചോലയിൽ പാടാം സാറേ. അത് പാടിയായിരുന്നു. എന്റെ മൈക്ക് ഓണാണോ? ഓക്കാണ്. ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടിയൻ
ഇളമാൻ കിടാവേ ഉറക്കമായോ, വൃശ്ചികരാത്രി തൻ പിച്ചക പന്തലിൽ ശാലീന പൗർണമി ഉറങ്ങിയോ. പൂന്തന്നലേ നിന്നിലെ ശ്രീസുഗന്ധം എന്നോ മലാളി നിന്നു നീ നൽകിയോ. ഏകാകിനിയവൾ വാതിൽ തുറന്നുവോ, എന്തെങ്കിലും പറഞ്ഞുവോ. എന്നാത്മനൊമ്പരങ്ങൾ നീ ചൊല്ലിയോ. ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടിയൻ ഇളമാൻ കിടാവേ ഉറക്കമായോ. താങ്ക് യു സാർ. അത് ഞങ്ങളെ പാടി ഉറക്കി. അടിപൊളി. കാരണം അല്ലേ സാറ് ഡ്രം വായിക്കുന്ന ആൾക്ക് പാട്ട് പാടാന്ന് അറിയാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഓക്കെ, ശ്രീപ്രിയ മാം നല്ലൊരു പാട്ട് പാടും, ഇഷ്ടമുള്ളൊരു പാട്ട് പാടും. ഇനിയും പാടണോ ഇങ്ങനെ ആലോചിച്ച് മടിച്ചു നിന്നതാ. ഓക്കെ. കുന്നിമണിത്തിപ്പു തുറന്നെന്നെ നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി. കാറ്റു വന്നു പൊന്മുളകൻ കാതിൽ മൂളും നേരം കാത്തു നിന്നാ തോഴൻ എന്നെ ഊട്ടുപാടും പോലെ. കുന്നിമണിത്തിപ്പു തുറന്നെന്നെ നോക്കും നേരം ആറ്റിരമ്പിൽ പൂവുകടൻ ഘോഷയാത്രയായി. ഓത്തിറങ്ങി പൊൻവേലിൻ കുങ്കുമപ്പൂ നീളെ. ആറ്റിരമ്പിൽ പൂവുകടൻ ഘോഷയാത്രയായി. ഓത്തിറങ്ങി പൊൻവേലിൻ കുങ്കുമപ്പൂ നീളെ. ആവണി തൻ തേരിൽ നീ വരാഞ്ഞതിന്റെ, ഇന്നു നീ വരാഞ്ഞതിന്റെ. കുന്നിമണിത്തിപ്പു തുറന്നെന്നെ നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി. താങ്ക് യു. താങ്ക് യു. നല്ല സജീവമാക്കി ശ്രീപ്രിയാജി വന്നോണ്ട്. താങ്ക് യു സർ. എനിക്ക് 1980s സോങ്സ് ആയതുകൊണ്ടാ തോന്നുന്നുണ്ട് എല്ലാം എന്റെ ഫേവറേറ്റ് സോങ് ആയിരുന്നു. ഇവിടെ പാട്ടിന്റെ രാഗവും താളവും നോക്കുന്നില്ല. മ്യൂസിക് തെറാപ്പി എന്നുള്ളത് ഒരു ആവിഷ്കരിക്കുക എന്നുള്ളതാണ്, എല്ലാവർക്കും അതിന് അവസരം കൊടുക്കുക എന്നുള്ളതാണ്. ആവുന്ന രീതിയിൽ നമ്മൾ ഭംഗിയാക്കാൻ നോക്കുമല്ലോ. അതുകൊണ്ട് അവരവർക്കാവുന്ന രീതിയിൽ പാടുക, ആവിഷ്കരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിന്റെ ഉദ്ദേശം. താങ്ക് യു. സബു സാറേ, കുട്ടി പാടിയ പിന്നെ ഞാനൊരു പാട്ട് പാടാൻ സമയമുണ്ടോ? ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിട്ട്, നമ്മൾ ഈ ഓഗസ്റ്റ് മാസം ഓർമ്മിക്കേണ്ട 2 വ്യക്തികൾ കൂടിയുണ്ട്. ഒന്ന് ദക്ഷിണാമൂർത്തി സ്വാമികളാണ്. ദക്ഷിണാമൂർത്തി സ്വാമികളാണ്. ഓഗസ്റ്റ് 2-നാണ് അദ്ദേഹം ദിവംഗതനായത്. അതുപോലെ തന്നെ KP ബ്രഹ്മാനന്ദ്, നിങ്ങൾക്കറിയാം, പഴയ ഒരു നല്ല ഗായകൻ. KP ബ്രഹ്മാനന്ദനെയും നമുക്ക് ദക്ഷിണാമൂർത്തി സ്വാമികളെയും അടുത്ത ആഴ്ച അവരുടെ പാട്ടുകളൊന്ന് സെലക്ട് ചെയ്യാനായിട്ട് ഞാൻ മുൻകൂട്ടി പറയുകയാണ്. നിങ്ങൾക്ക് അതിനുള്ള ഒരു അവസരം ഉണ്ടാവുമല്ലോ, പഠിക്കാൻ വരികൾ നോക്കി വയ്ക്കാം. ഓക്കെ, താങ്ക് യു. ആരാ പാടുന്ന? മോള് പാടിക്കും. ഹിമക്കുട്ടിയല്ലേ? ഹിതയല്ലേ? ഹിത. ഓക്കെ. മാനത്തെ മൈക്കുറുമ്പേ പേയല്ലേ പേയല്ലേ പൊന്നേ ശരത്തെ നോതട്ടിൽ നീറങ്ങാരോ ഭാവം പാടി ഉറക്കാനില്ലയൻ പൊന്നേ ശരത്തെ നോതരാട്ടിൽ ആരാരോ കുഞ്ഞിക്കാൽ പിച്ചാറത്തുനേ ഇന്നെന്റെ കണ്ണു തന്നെ ഉള്ളം നിറഞ്ഞേ ചെല്ലപ്പുള്ള കുഞ്ഞി കൈതപ്പൂ തപ്പൂ താളക്കൊട്ടി
ദൂരെയോ മനത്തെ കുറുമ്പേ പെയ്യല്ലേ പെയ്യൽ പൊന്നേ ചാത്തേ നോവു തട്ടി നീയുരാരോ സ്വഭാവം പാടിയുറക്കാനില്ലല്ലേ നമ്മയൻ പൊന്നേ ചാരേ നോത്തരാട്ടി നീയുറങ്ങാരോ. യെസ്, വെരി ഗുഡ്. അടിപൊളി. അടുത്ത ഞായറാഴ്ച പറഞ്ഞു. നല്ല നല്ല എനർജിയോട് കൂടിയിട്ട് പാടുക മോളെ. അവളെപ്പോഴും പറയും. താങ്ക് യു താങ്ക് യു. മോളെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ല്. അടുത്ത ഞായറാഴ്ച പറഞ്ഞു കേട്ടോ പാട്ട് പാടാൻ. സെന്റ് സ്കൂളിൽ. ഇന്ന് ശൈലജ ടീച്ചർ ഇല്ല തോന്നല്ലേ സാർ? ടീച്ചറെ കണ്ടില്ലല്ലോ. അപ്പൊ നമ്മള് ഹിതയെ എടുത്തു, മോളെ എടുത്തു എന്ന് പറയുമായിരുന്നു. എവിടെയാണ് ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ എവിടെയാ സ്ഥലം? എവിടെയാ? മയിലാണ് സാർ. മയിൽ ഓക്കെ. തലക്കടവിനടുത്താണ്. ഓക്കെ. ഇനി ആരാ പാടാനുള്ള? രമാവതി മാമിന്റെ പാട്ടോടെ ലാസ്റ്റ് ഫൈനൽ. ഓക്കെ ഫൈൻ. യെസ്. സ്വർഗായികേ ഇതിലേ ഇതിലേ സ്വപ്നലോലുപേ ഇതിലേ ഇതിലേ ഹൃദയമണിയറയിൽ നിന്നൻ കൽപ്പന മധുര ഭാഷിണിയായി മന്ത്രിക്കുന്നു സ്വർഗായികേ ഇതിലേ ഇതിലേ. മൂടുപടം മാറ്റി മുഖം കുനിച്ചെത്തുന്ന നാടൻ നവവധൂവെന്നതുപോലെ മൂടുപടം മാറ്റി മുഖം കുനിച്ചെത്തുന്ന നാടൻ നവവധൂവെന്നതുപോലെ നവമീ ചന്ദ്രിക നിന്നുടെ മുന്നിൽ നവനീതദലം വാരിത്തൂകി വാരിത്തൂകി സ്വർഗായികേ ഇതിലേ ഇതിലേ സ്വപ്നലോലുപേ ഇതിലേ ഇതിലേ ഹൃദയമണിയറയിൽ നിന്നൻ കൽപ്പന മധുര ഭാഷിണിയായി മന്ത്രിക്കുന്നു സ്വർഗായികേ ഇതിലേ ഇതിലേ. കുഞ്ഞുമേഘങ്ങളെ മുല കൊടുത്തുറക്കിയ മഞ്ഞണിക്കുന്നുകൾ തോഴികളെ പോൽ കുഞ്ഞുമേഘങ്ങളെ മുല കൊടുത്തുറക്കിയ മഞ്ഞണിക്കുന്നുകൾ തോഴികളെ പോൽ മാമരയവനികയ്ക്കുള്ളിൽ നിന്നീ പ്രേമ സംഗമം നോക്കുകയാവാം നോക്കുകയാവാം സ്വർഗായികേ ഇതിലേ ഇതിലേ സ്വപ്നലോലുപേ ഇതിലേ ഇതിലേ ഹൃദയമണിയറയിൽ നിന്നൻ കൽപ്പന മധുര ഭാഷിണിയായി മന്ത്രിക്കുന്നു സ്വർഗായികേ ഇതിലേ ഇതിലേ. താങ്ക് യു സാർ. മനോഹരം. സൂപ്പർ താങ്ക് യു. ഇന്നൊരു സ്പെഷ്യൽ മെൻഷൻ പറയേണ്ട ഒരു ദിവസമാണ്. കാരണം നമ്മുടെ ജോഷി സാർ കൃത്യമായിട്ട് പാട്ടൊക്കെ പഠിച്ചു വന്നപ്പോൾ സാർ പോയി സാറിനത് പറഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് പഠിച്ചതുപോലെ മനോജ് സാറിന്റെ അരങ്ങേറ്റം ഒന്ന് കുറിച്ചു. പാട്ട് അപ്പൊ അടുത്ത ആഴ്ച നമുക്ക് ജോർജ് സാർ നല്ല എനർജിയോടുകൂടി പാടി സാറേ. ജോർജ് സാർ ജോർജ് സാർ നമ്മുടെ ആളാണ്. ആകാശമേ കേൾക്കാ
സാബു സാറ് ഞാൻ നേരത്തെ ഒന്ന് പാടിയത് സാർ അത് കേട്ടില്ലാന്ന് തോന്നുന്നു. ഞാൻ ഇല്ല കഴിഞ്ഞ സാർ, ഏതോ ഒരു അത് പ്രസംഗം അത് ഞങ്ങൾ കൂട്ടുന്നില്ല, ഇന്നത്തെ കാര്യം ഓക്കെ. അല്ല ഞാൻ ഓർക്കുന്നുണ്ട്. അല്ലെ സാറൊക്കെ ഒന്ന് പക്ഷെ നമ്മള് ഇതൊന്ന് അവരെ ഓർക്കുക, അത്രേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് പാടാൻ അത് ശരി, പറ്റുമോ? തീർച്ചയായിട്ടും. യെസ് സാർ, അത്രേ യെസ്. ഇവരൊന്നും മറക്കാൻ പറ്റില്ല സാർ. കാര്യം എപ്പോഴും അല്ല, നമുക്ക് എത്രമാത്രം നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഇതെങ്കിലും ചെയ്യാം. പാട്ട് പാടി ഓർക്കാം, അല്ലെ? പാട്ട് പാടി ഇതെങ്കിലും നമ്മൾ ചെയ്ത ഒരു എന്താണ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അവരോടൊക്കെ. അവര് എന്തെല്ലാമാണ് നമുക്ക് അർപ്പിച്ചിട്ട് അടുത്ത പോയത്. ആഴ്ച ഏതാ സാറേ? അടുത്ത ആഴ്ച സ്വാമികള്, ദക്ഷിണാമൂർത്തി സ്വാമികളും ദക്ഷിണാമൂർത്തി സ്വാമികളുടെ എല്ലാവരും ഒന്ന് നോക്കിയിട്ട് വരും. അപ്പൊ ബ്രഹ്മാനന്ദനെ നമുക്ക് KP ബ്രഹ്മാനന്ദനെ ഒന്ന് ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹം ഈ ജോസഫ് സാറേ അത് രണ്ടും കൂടെ ഒന്നിച്ചാണോ സാറേ ചെയ്യുന്നത്? എങ്ങനെയാ ചെയ്യുന്നത്? ഈ ഓഗസ്റ്റ് മാസം വരുന്നത് കൊണ്ട് അതിന് ഒന്നിച്ച് ചെയ്ത് ഓഗസ്റ്റ് മാസം സമയമുണ്ടല്ലോ, ഇനി 2 ആഴ്ച 3 കിടപ്പില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വാമികളെ എടുക്കാം. ഇഷ്ടംപോലെ പാട്ടുണ്ടല്ലോ. ദക്ഷിണാമൂർത്തി സ്വാമികൾക്ക് ഇഷ്ടം പോലെ. സാറേ ജോസഫ് സാറേ, നമ്മുടെ ലക്ഷ്മി അമ്മ ഫോക്ക് ലോക അക്കാദമി ഗുരുപൂജ അവാർഡ് ജേതാവും കൂടിയാണ്. ആണല്ലേ? മനോഹരമായ പാട്ടാ. നല്ലോണം പാട്ട് അറിയാവുന്നതുകൊണ്ടായിരിക്കും. നല്ലോണം പാട്ട് അറിയാവുന്നതുകൊണ്ടാണ് അത്ര ശ്രീപ്രിയാജി ഒത്തിരി തിരക്കുള്ള ആളാണെന്ന് അറിയാം. എന്നാലും ഇത്ര നേരം ഇരുന്നതിൽ വളരെ സന്തോഷം. ബാങ്ക് ഉദ്യോഗസ്ഥയാണ്. എനിക്ക് ഒരു ചാൻസ് കിട്ടിയത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു സാറേ. അങ്ങനെയുള്ളവരെ നമുക്ക് ആവശ്യം. സത്യത്തില് നമ്മള് പാടി പഠിക്കാൻ വേണ്ടി തുടങ്ങിയതാ. പക്ഷെ അതിന്റെ കൂടെ നമുക്ക് എല്ലാവർക്കും വളരാം, അല്ലെ? ഇപ്പത്തെ ജോർജ് സാർ പാടുന്നു, സ്നേഹലത ഓമനമായ പാട്ട് എഴുതിയ മമതമ്മനെ പാട്ടുകാരിയാണ്. എക്സ്പ്രസ് ചെയ്യാന്നുള്ളത് നിർത്തി പാടി തുടങ്ങി. ജോർജ് സാറിന്റെ രീതിയിൽ പാടി. അതാണ് അങ്ങനെ തന്നെ നമ്മൾ എടുക്കുള്ളൂ. അല്ലാതെ വേറൊരു പാട്ട് വായിക്കാം അല്ല. നമ്മളെ ഗ്രൂപ്പ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിൻ്റെ അകത്ത് പാട്ട് ഇടുന്നുണ്ട്. ഇനി ഞാൻ വേണമെങ്കിൽ PPT കൂടി ഇട്ടേക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ പാട്ട് ജസ്റ്റ് നോക്കി പഠിക്കാൻ പറ്റും. ജസ്റ്റ് ഒരു 4 വരി, അതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കണ്ട. ഒരു 4 വരി നമുക്ക് കൃത്യമായിട്ട് നമ്മളുടേതായ രീതിയിൽ, അല്ലെ, നമ്മളുടേതായ സ്വരമധുരത്തിൽ അങ്ങ് പാടിയാണെങ്കിൽ ഓക്കെ. താങ്ക് യു. ഗുഡ് നൈറ്റ്. ജോസഫ് സാറേ, ഞാൻ ഒരു കാര്യം പറയാം സാറേ. ഞാൻ പ്രൊഫഷണൽ സിംഗേഴ്സ് ഒക്കെയുള്ള 1-2 ഗ്രൂപ്പുകളിൽ നമുക്ക് തന്നെ ഉള്ള 3-4 ഗ്രൂപ്പുകളിൽ ഞാൻ മെമ്പർ. അവിടെ വന്നിരുന്ന് പാടാൻ പറഞ്ഞാൽ പോലും ഈ പാട്ട് ഏറ്റവും വലിയതായിട്ട് പാടുന്നവർ പോലും സാറേ ഇതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല. ഇവിടെ കണ്ട പ്രത്യേകത ഏതാ വലിയ പാട്ടുകാരൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പിൽ ഞാനുണ്ട്. അവിടെ ഇടയ്ക്കൊക്കെ വന്ന് ഇതുപോലൊക്കെ ചെയ്താലും ആർക്കും എന്താണ് പാടാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. പക്ഷെ അത് എന്താണെന്ന് അറിഞ്ഞൂടാ, ഇതുപോലെ ഒരു പാർട്ടിസിപ്പേഷൻ ഞാൻ കണ്ടിട്ടില്ല. ഇതാണ് ഏറ്റവും വലിയ കാര്യം. പാടാൻ നല്ല പാട്ടുകാർ വന്ന ഇവിടെ നിൽക്കാറില്ല. കാരണം ഞങ്ങളുടെ പാട്ട് കേട്ട് അവര് കൂടുതൽ പഠിച്ച് പെട്ടെന്ന് അല്ല, അതല്ല, എല്ലാവർക്കും ഒരു അവകാശം ഉണ്ടല്ലോ, അല്ലേ ജോസഫ് സാർ? നമുക്ക് പാടാൻ അവകാശം ഉള്ളവരാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അല്ല, ഞാനത് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മ്യൂസിക് തെറാപ്പിയുടെ പാട്ടാണ്. പാട്ട് എന്നുള്ളതിന്റെ ഓവറായിട്ട് മ്യൂസിക് തെറാപ്പിയാണ്. കാരണം നമ്മുടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യുക. അതാണ് സാറേ ഞാൻ മുമ്പേ ജോസഫ് സാറിന്റെ അടുത്ത് പറഞ്ഞത്. എനിക്കിപ്പോ ഇതൊരു എൻ്റെ ഒരു ഇന്റേണൽ എന്താണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലൊക്കെ ഇതിപ്പോ ഒരു ഹാബിറ്റായി മാറി. എനിക്ക് ഞായറാഴ്ച ആകുമ്പോൾ ഇത് പരിപാടിക്ക് വരാനുള്ള ഒരു പ്രിപ്പറേഷനാണ്. ഞാൻ ഇന്ന് ജോലി ഉണ്ടല്ലോ ഇവിടെ, എന്നിട്ട് പോലും ഞാൻ പെട്ടെന്ന് ഓഫീസിൽ നിന്ന് വന്നത് ഈ പ്രോഗ്രാം കാണാൻ വേണ്ടിയാണ്. സാറിനെ കേക്ക് മാത്രമല്ല, വലിയ കാര്യമാണ്. പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അപ്പൊ ശരിയാവും. അപ്പൊ നമുക്ക് ഒരു ദിവസം 86,400 സെക്കൻഡുകളാണുള്ളത്. അതിലൊരു 1500 തൊട്ട് 2000 സെക്കൻഡ് വരെ ഒന്ന് മാറ്റി വെച്ചേരും പാട്ടിന് വേണ്ടിയിട്ട്. അല്ല, നമ്മളുടെ ഗ്രൂപ്പ് വളരെ സ്ട്രക്ചറായി വരുവാണ്. നമ്മൾ താമസിക്കുന്നത് നമ്മൾ സ്വയം ആകുന്നില്ല. എത്രയൊക്കെ ശ്രമിച്ചിട്ട് നമുക്ക് ആ രീതിയിലേക്ക് എത്താൻ പറ്റുന്നില്ല. കാരണം നമ്മളെ ബേസിക്കലി ഒന്നും അറിയില്ലാത്ത ഒരാളായിരുന്നു. ഇപ്പൊ ഈ ഒരു വർഷം നമ്മൾ ഇങ്ങനെ പാട്ട് ഒക്കെ ശ്രദ്ധിച്ച് ഇപ്പൊ എത്ര PPT നമ്മൾ ഉണ്ടാക്കി, എത്ര പാട്ടുകൾ നമ്മൾ കേട്ടു, എത്ര പാട്ട് പാടാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ സ്റ്റേജ് കിട്ടിയാലും സ്വന്തമായി പാടുമ്പോൾ മാത്രമേ കുഴപ്പമുള്ളൂ. ജോസഫ് ജോൺ സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഒക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ സാറേ? സാറേ, ഇത് തുടങ്ങിയ പിന്നെ 200 പേരൊക്കെ ഉള്ള ഗ്രൂപ്പിലൊക്കെ പോയി നമ്മൾ ചുമ്മാ പാടും. ജോസഫ് സാറ് ആദ്യം പറഞ്ഞ പോലെ കാരണം നമുക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടെല്ലാം അസുഖമായിട്ട് കിടക്കുമ്പോണ്ടല്ലോ സാർ, ഇതുപോലെ പാട്ട് കേൾക്കുമ്പോ ആ വേദന ഇങ്ങനെ മറക്കും സാറേ. ശരിക്കും
അത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ് ഇതെല്ലാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സയന്റിഫിക്കലി പ്രൂവ്ഡും കൂടെ ആണ്. അപ്പോ ഓക്കെ ഓക്കെ സാർ, താങ്ക് യു, ഗുഡ് നൈറ്റ്. നാളെ ഓക്കെ നമുക്ക് സാർ, ഗുഡ് നൈറ്റ്. വിവാഹത്തിന്റെ എല്ലാവർക്കും ഒരു നല്ല വിവാഹം നമസ്കാരം. നല്ലൊരു സ്വർഗത്തിന്റെ താങ്ക് യു ഓൾ, താങ്ക് യു, ഗുഡ് നൈറ്റ്. നാളെ വിവാഹം സ്വർഗത്തിന്റെ 4ാമത്തെ പാർട്ടാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇതിനേക്കാൾ ഓക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇതില്ലെങ്കിൽ ഇത് നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നാളെ എന്ത് കാണാം. ഓക്കെ, സി യു, ബൈ. ഓക്കെ സാർ, ഗുഡ് നൈറ്റ്. ഓക്കെ സാർ, നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്.